Hello. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Prayer കഴിഞ്ഞോ? Prayer കഴിഞ്ഞോ ഇന്നത്തെ? ഇല്ല മാം. ഇല്ല. ഞാൻ പ്രയർ ചൊല്ലിക്കോട്ടെ. ചൊല്ലിക്കോ. ശരി. Dear God, I pray for your abundant and merciful blessings on my life as I start this new day. But be my guiding light and lead my way in the right direction. Amen. സോ ഈശ്വരൻ തന്നെ നമ്മളെ നല്ല വഴിക്കും വെളിച്ചത്തിലേക്കും നയിക്കട്ടെ അല്ലെ. ആ ഒരു പ്രാർത്ഥനയോടെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത്. റെഡിയാണോ എല്ലാവരും? കഴിഞ്ഞ ദിവസത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വായിച്ചൊക്കെ നോക്കിയോ? സുഖമല്ലേ എല്ലാവർക്കും? യെസ്. എവിടെ വരെ നമ്മൾ പഠിച്ചു? പ്രിൻസിപ്പൽസ് കഴിഞ്ഞു. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അവിടെ നിന്നാണ് നമുക്ക് ഇനി തുടങ്ങേണ്ടത് അല്ലെ. അതായത് നമ്മളുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഒക്കെ അഫക്ട് ചെയ്യുന്ന കുറെ ഘടകങ്ങൾ എന്തൊക്കെയാണ്. അതായത് നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതല് ജനിച്ചതിന് ശേഷം ജനിക്കുന്നതിന് തൊട്ട് മുൻപും അല്ലെ നമുക്കറിയാം വളർച്ച അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് അല്ലേ. ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ കുട്ടികളുടെ വളർച്ച എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ആഫ്റ്റർ ബർത്ത് ആണോ? ബർത്തിന് ശേഷം മാത്രമാണോ കുട്ടി വളരുന്നേ? അല്ല അല്ലെ, അതിന് മുൻപും അതിന്റെ വളർച്ചകൾ ഉണ്ട് കുട്ടിക്ക്. അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ, ഒരു അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് വളർച്ചയെയും ഡെവലപ്മെന്റിനെയും ബാധിക്കുന്ന അഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ? അതാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഹലോ, വാതിൽ മുട്ടുന്നു. പേജ് എത്രയാന്നാ പറഞ്ഞേ? 37. അപ്പോ എന്താ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുട്ടികള് നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതല് ഓരോ കാര്യങ്ങളിലും വളർച്ചയും വികസനവും അല്ലെ, ഗ്രോത്തും ഡെവലപ്മെന്റും വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിൽ എന്താ പറയാ റിലേഷനും ഉണ്ട്, അതോടൊപ്പം തന്നെ ഒത്തിരി വൈരുദ്ധ്യങ്ങളും അത് തമ്മിലുണ്ട് അല്ലെ. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. സോ വിച്ച് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ്? ഒരു കുട്ടിയുടെ വളർച്ചയ്ക്കും വികസനത്തിനും അഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ്.
പ്രധാനമായിട്ടും എന്താ പറയാ ഈ വളർച്ചയും അതുപോലെ തന്നെ വികസനവും ഒക്കെ കുറെയൊക്കെ ഹെറിഡിറ്ററി ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ എൻവയോൺമെന്റ്. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഹെറിഡിറ്ററി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്താ പറയാ? പാരമ്പര്യമായിട്ട് പാരമ്പര്യമായി കിട്ടുന്നത് അതന്നെയാണ് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാരമ്പര്യമായി കിട്ടുന്നത് പിന്നെ നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ ചുറ്റുപാട്, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹെറിഡിറ്ററി ആയിട്ടാണെങ്കിലും പരിസ്ഥിതിയിൽ നിന്ന് ലഭിക്കുന്നതുമായിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ചാർട്ട് ചെയ്യാം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഹെറിഡിറ്ററി ഓർ ജനറ്റിക് ഫാക്ടർ ആണ്. ഹെറിഡിറ്ററി ഓർ ജനറ്റിക് ഫാക്ടറിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താ ഹെറിഡിറ്ററി? നമ്മൾ പറഞ്ഞു നമുക്ക് ജനറ്റിക് ആയിട്ട് പാരമ്പര്യമായിട്ട് അച്ഛന്റെ അമ്മയുടെ ഒക്കെ, കാരണം ബ്ലഡ് റിലേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളാണ് അല്ലെ. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അത്തരം ഫാക്ടേഴ്സ് വരിക? നമ്മള് ചില കുട്ടികളൊക്കെ കാണുമ്പോൾ പറയും അല്ലെ, അച്ഛന്റെ പോലത്തെ കണ്ണ്, അമ്മയുടെ പോലത്തെ നിറം അല്ലെ, അമ്മയുടെ പോലത്തെ മൂക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ ജനിക്കുമ്പോ കാണാൻ പോകുമ്പോ അച്ഛന്റെ പോലെ തന്നെയായിരിക്കണേ, അല്ലെങ്കിൽ അമ്മയുടെ പോലെ തന്നെയാ, അമ്മയുടെ മൂക്ക് തന്നെയാട്ടോ, അല്ലെങ്കിൽ അമ്മയുടെ കണ്ണാണ് അല്ലെ. കുട്ടികളുടെ കണ്ണുകളിലൊക്കെ ചില കുട്ടികളുടെ കണ്ണ് അമ്മമാരുടെ കണ്ണിങ്ങനെ നമ്മുടെ എന്താ പറയുക പൂച്ചക്കണ്ണെന്നൊക്കെ നമ്മൾ പറയും, ലെൻസ് വെച്ചതുപോലെയൊക്കെ ഇരിക്കും അല്ലെ. ചില ബ്ലൂയിഷ് കളറുള്ള കുട്ടികൾ കണ്ണൊക്കെ അങ്ങനെ തന്നെ ജനിക്കുമ്പോഴേ ചിലതുങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ കളർ അല്ലെ, അപ്പൊ നമ്മൾ പൂച്ചക്കണ്ണെന്നൊക്കെ പറയും. അതുപോലെ തന്നെ അപ്പൊ മക്കൾക്ക് കിട്ടുക അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ്, നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങള് നമ്മുടെ സ്കിന്നിന്റെ കളറാകാം, നമ്മുടെ കണ്ണിന്റെയും മുടിയുടെ ഒക്കെ സ്ട്രക്ചർ ആകാം, ഷേപ്പ് ഓഫ് നോസ് ആകാം, പിന്നെ ഷേപ്പ് ഓഫ് അവർ ഇയേഴ്സ് അല്ലെ, ചെവിയൊക്കെ ചില കുട്ടികളുടെ ചെവിയൊക്കെ തിങ്ങിനിരിക്കും. അത് അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടായിരിക്കാം. അതല്ലാതെയും വരുന്നവരും ഉണ്ട്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില ഇതാണ് ഫീച്ചേഴ്സ് ആണ്. അതിനെയാണ് നമ്മൾ ഹെറിഡിറ്ററി അങ്ങനെയുള്ള ഫാക്ടേഴ്സ്, അത് ഹെറിഡിറ്ററിയിൽ വരുന്നതാണ്. പിന്നെ എന്താ പറയാ ആണ് പെണ്ണ് എന്നുള്ള ആയിരുന്നു അല്ലെ, പാരമ്പര്യമായിട്ട്. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും രണ്ടാൺമക്കളായിരുന്നു, പിന്നെ അവരുടെ മക്കൾ കല്യാണം കഴിച്ചപ്പോ അവർക്ക് ഉണ്ടാകുന്നതും ആദ്യത്തെ ജനിച്ചപ്പോഴൊക്കെ 2 ആൺകുട്ടികൾ തന്നെ, അല്ലെങ്കിൽ ട്വിൻസ് ഉണ്ടാകുക കണ്ടോ. അപ്പൊ ട്വിൻസ് അതായത് ഏതെങ്കിലും 2 പെൺകുട്ടികൾ തന്നെ ജനിക്കുക, അത് അച്ഛന്റെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ അമ്മയുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. അതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ വരുന്നതാണ്. പിന്നെ എന്താ പറയാ, ഇനിയുണ്ട് അതിലെല്ലാം പുറമെ, അതൊക്കെ വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഇനിയുള്ളതാണ് ഹെറിഡിറ്ററി ഡിസീസസും വരും അല്ലെ, ചില പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ. ഷുഗർ, ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽസിൽ തന്നെ ചില ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴേ നമുക്ക് ചില ലക്ഷണങ്ങൾ തോന്നുമ്പോ അത് ഷുഗറിന്റെ ലക്ഷണമാണ്. അപ്പൊ അങ്ങനെ തോന്നുമ്പോ ഡോക്ടറെ അടുത്ത് ചെല്ലാണ്, ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അപ്പൊ തന്നെ അതിന്റെ അകത്ത് ഷുഗർ കണ്ടന്റ് കൂടുതലാണെന്ന് അവർക്ക് ടെസ്റ്റിൽ മനസ്സിലായാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഫാമിലിയില് അച്ഛന് ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടോ, ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുക അല്ലെ. തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സിൽ വരുന്ന എന്താ പറയുക നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. എൻവയോൺമെന്റൽ അതിൽ പ്രധാനമായിട്ടും 2 പറഞ്ഞിരിക്കുന്നത്, പ്രീ നെയ്റ്റലും അതുപോലെ തന്നെ പോസ്റ്റ് നെയ്റ്റലും. എന്താ പ്രീ നെയ്റ്റലും പോസ്റ്റ് നെയ്റ്റലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീ നെയ്റ്റൽ മീൻസ് പ്രീ മീൻസ് ബിഫോർ എന്നാണ് അർത്ഥം അല്ലെ, മുൻപുള്ളത്. പ്രീ നെയ്റ്റൽ അപ്പൊ എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് കൂടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ളത് ഞാൻ നമ്മളുടെ ക്ലാസ്സുകൾ മോണ്ടിസോറി വേ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ പഠിക്കല് എന്ന് പറയുന്നത്. ഡെലിവറിക്ക് മുമ്പ് എന്നാണോ? യെസ്, അത് തന്നെയാണ്. അറിയാവുന്നതൊക്കെ നിങ്ങൾ പറഞ്ഞോട്ടാ. അതിന്റെ ഇടയിൽ കൂടി നിങ്ങൾ പറയും ഡെലിവറിക്ക് ശേഷം. അതെ അതെ, പ്രീ ആൻഡ് പോസ്റ്റ്. നമ്മൾ പ്രീ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്താണ് പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ബിഫോർ ഡിഗ്രി എന്നാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷന് ശേഷം. അതൊക്കെ തന്നെ, അത് തന്നെയാണ് ഈ പ്രീക്കും പോസ്റ്റിനും അത് തന്നെ അർത്ഥം എപ്പോഴും വരിക. പ്രീ മീൻസ് ബിഫോർ ആൻഡ് പോസ്റ്റ് മീൻസ് ആഫ്റ്റർ എന്നാണ് അല്ലെ. പ്രീ നേച്ചൽ എന്ന് പറഞ്ഞാൽ ബിഫോർ ഡെലിവറി ആൻഡ് പോസ്റ്റ് നേച്ചൽ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി. അത് മറ്റു ഫാക്ടേഴ്സ് ആണ്. അത് നമ്മുടെ പല സാഹചര്യങ്ങളിലും പല കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഡെലിവറിക്ക് മുൻപുള്ള ചില സാഹചര്യങ്ങൾ അതൊക്കെ നമ്മൾ പറയും. എന്താ പറയാ, ഇപ്പൊ അമ്മ കുട്ടി വയറ്റിലായിരിക്കുന്ന സമയത്ത് ഡെലിവറിക്ക് മുമ്പ് തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാകുന്ന ചില വിഷമങ്ങള്, ചിലപ്പോ ചില ആങ്ക്രി ആയിട്ടുള്ള നമ്മുടെ ഇമോഷൻസ് ഒക്കെ
അതാണ് ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ ചിലപ്പോഴൊക്കെ കുട്ടിയെ അഫക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഈ സമയത്ത് ഇങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല, ഈ സമയത്ത് ഇത്രയധികം നമ്മൾ ദേഷ്യം വരാൻ പാടില്ല, അത് കുട്ടികളെ ബാധിക്കും. ട്രാവലിംഗ് ചെയ്താല് ട്രാവലിംഗ് അത് വേറൊരു കാര്യം. അതല്ല ഞാൻ പറഞ്ഞു, നമ്മുടെ ഇമോഷണൽ ഫീലിങ്സ് ഇല്ലേ, അതിന് വേണ്ടിട്ട് പറയേ കുട്ടി അങ്ങനെ ഡെലിവറിയുടെ സമയത്തൊക്കെ എന്താണ് അറിയാം, അതിന് മുമ്പൊക്കെ നമ്മൾ വേഗം കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ പറയാ കുറച്ച് ശാന്തമായ ഒരു പീസ്ഫുൾ മൈൻഡ് ആയിരിക്കണം. പാട്ടുകൾ കേൾക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, എപ്പോഴും ടെൻസ്ഡ് ആകുന്ന രീതിയിൽ ഭയങ്കര ദേഷ്യം മറ്റുള്ളവരൊക്കെ തോന്നുന്ന രീതിയിലുള്ള അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അല്ലെ. അതൊക്കെ ഈ ഉത്തരത്തിലായിട്ടുള്ള കുട്ടിയെ അഫക്ട് ചെയ്യുന്നതാണ്. മനസ്സിലായി? അത് കഴിഞ്ഞ് പിന്നെ കുട്ടി പുറത്തു വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് പോസ്റ്റ് നൈറ്റിൽ. അത് കഴിയുമ്പോൾ കുട്ടി വളരുന്ന സാഹചര്യങ്ങൾ, അവരുടെ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ എങ്ങനെയൊക്കെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്യുന്നത്, അവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അച്ഛൻ അമ്മയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അമ്മ അച്ഛനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഇതൊക്കെ കണ്ടു വളരുന്ന കുട്ടികള് അല്ലെ. അതൊക്കെ അവരുടെ ഇപ്പൊ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില കുട്ടികളൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇന്നത്തെ കാലത്ത് രണ്ടും ഒരുപോലെയാണ്. എന്തെങ്കിലുമൊക്കെ വഴിതെറ്റി പോകുമ്പോഴൊക്കെ ചില ആളുകൾ പറയും അത് അവരുടെ ഫാമിലിയിൽ നിന്ന് ആ കുട്ടി പഠിച്ചെടുത്തതാ, ആ കുട്ടീനെ അതിനെ വളർത്തിയ രീതി ശരിയായില്ല, ഇങ്ങനെയൊക്കെ ആളുകൾ പറയും അല്ലെ. ഇതൊക്കെ തന്നെയാണ്, ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പ്രീ നേച്ചർ, ബിഫോർ ഡെലിവറി വയറിനകത്ത് കുട്ടി ആയിരിക്കുമ്പോൾ, ഉദരത്തിലായിരിക്കുന്ന സമയത്ത് ആ ഒരു അമ്മ ഫേസ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഇതിനകത്തിരിക്കുന്ന ആ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മുടെ കുട്ടിയിലേക്ക് റിഫ്ലക്ട് ചെയ്യപ്പെടും. അതുപോലെ പോസ്റ്റ് നേറ്റിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആണ്. പിന്നെ എന്താ പറയാ, അപ്പൊ നമുക്ക് എന്താണ് ഇതിനകത്ത് ഓരോന്നും പ്രീ നൈറ്റിലും പോസ്റ്റ് നൈറ്റിലും ഒക്കെ നമ്മൾ അതിനെ കുറിച്ച് വിശദമായിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. അപ്പൊ അവിടേക്കൊക്കെ നമുക്ക് എത്താം. അതിന് മുമ്പ് മോണ്ടിസോറി നമുക്കറിയാലോ, ആരാണ് മോണ്ടിസോറി എന്നൊക്കെ നിങ്ങൾക്ക് ജിഷാമിസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അല്ലെ. ഇന്ന് അതായത് നമ്മളുടെ മോണ്ടിസോറി എന്ന് പറയുന്ന ടീച്ചർ തന്നെ സൈക്കോളജിസ്റ്റുകളാണ്. മീൻസ് അവർക്ക് കുട്ടികളുടെ മനസ്സറിയാം, കുട്ടികളുടെ ആ ഒരു ഫീലിങ്സ് മറ്റു കാര്യങ്ങളൊക്കെ റിയലൈസ്, അത് ഒത്തിരി അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടും ഇങ്ങനെ ഒരു പഠന രീതി വരണം എന്ന് അവർ ഉദ്ദേശിച്ചും കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത് അല്ലെ. അപ്പോ അക്കോർഡിംഗ് ടു ഹർ അവർ പറയുന്നത് ബോത്ത് നേച്ചർ ആൻഡ് നർച്ചർ. ഒരു കുട്ടിയെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രകൃതി അതായത് നേച്ചർ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയും അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ അവരെ വളർത്തിക്കൊണ്ട് വരുന്ന പരിപോഷിപ്പിച്ച് വരുന്ന ആ ഒരു രീതിയും രണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കുട്ടി വളരുന്ന ചുറ്റുപാടുകൾ, അവന്റെ പ്രകൃതി, അവൻ ജനിച്ചു വരുന്ന ആ ഒരു സ്ഥലം, അതുപോലെ തന്നെ അവൻ ചുറ്റുവട്ടത്തിൽ നിന്നും എന്തൊക്കെയാണോ അവൻ പരിപോഷിപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അവൾ പരിപോഷിപ്പിച്ചെടുക്കുന്നത്, ഇത് രണ്ടും കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ആസ് എ സൈക്കോളജിസ്റ്റ് മോണ്ടിസോറി പറയുന്നത്. രണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നേച്ചറും നർച്ചറും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഒരു ജനിച്ചു വരുന്ന കുട്ടിക്ക് അതിന്റെ ചുറ്റുവട്ടത്തും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അതിന് ആദ്യ കാലങ്ങളിലൊന്നും അറിയില്ല. അതേസമയം പിന്നീട് കുറച്ച് കഴിയുമ്പോ അത് ആരൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, കൂടുതൽ സമയവും അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ, മറ്റ് സഹോദരങ്ങൾ എൽഡർ ബ്രദർ സിസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ, അവര് ചുറ്റുവട്ടത്ത് ഈ കുട്ടിയെ എങ്ങനെ നോക്കിക്കൊണ്ട് വരുന്നു. ചില കുട്ടികളെയൊക്കെ ചില ആൾക്കാരെ വളരെ എന്താ പറയാ ഇത് വളർത്തു ദോഷം എന്നൊക്കെ മറ്റുള്ളവർ പറയും, നോക്കി കാണുമ്പോ ഇത് ആ കുട്ടീനെ വളർത്തി അങ്ങനെ ആക്കിയതാ, അതുകൊണ്ട് അത് അങ്ങനെ ആയിപ്പോയി, വീടിന്റെ അടുത്തൊന്നും പുറത്തിറങ്ങില്ല, അതിനെ അങ്ങനെ ഇട്ട് വളർത്തി, 4 ചുവരുകൾക്കുള്ളിൽ വളർത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ലേ. അതൊക്കെ നർച്ചറിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താ പറയാ കുട്ടികളുടെ വളർച്ചയെ അഫക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതെല്ലാം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. എന്താ പറയാ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ അവർ പറയുകയാണ് ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് which they have inherited from their parents. പാരന്റ്സിൽ നിന്ന് പാരമ്പര്യമായിട്ട് ലഭിച്ചിരിക്കുന്ന കുറെ സവിശേഷതകൾ, കുറെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് നമുക്ക് പ്രീഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അവരുടെ ബിഹേവിയർ പാറ്റേൺ എന്ന് വെച്ചാൽ അച്ഛന്റെ സ്വഭാവം, അമ്മയുടെ സ്വഭാവം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ പറ്റും അല്ലെ. മാത്രമല്ല എന്താ പറയാ അവരുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻസും അതേസമയം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ്. എന്ന് വെച്ചാൽ അവർ ആയിരിക്കാൻ പോകുന്ന സിറ്റുവേഷൻസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്കറിയാം അച്ഛന്റെ സ്വഭാവം കിട്ടും, അമ്മയുടെ സ്വഭാവം കുറച്ചൊക്കെ കിട്ടും, രണ്ടിന്റെ ഒരു മിക്സ്ചർ ആയിട്ട് കിട്ടും.
അത് നമുക്ക് ആലോചിക്കാം, തീരുമാനിക്കാം. അത് കിട്ടുമല്ലോ, അച്ഛന്റെ സ്വഭാവം കിട്ടുമെന്ന്, അമ്മയുടെ സ്വഭാവം ഒക്കെ കിട്ടുമെന്നൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി അറിയാം. പക്ഷെ അത് കൂടാതെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ പറയുന്നത് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ ചിൽഡ്രൻ. കുട്ടികളെ സ്വാധീനിക്കുന്ന മറ്റൊന്നാണ് നമ്മുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, നമ്മളായിരിക്കുന്ന ആ അവസ്ഥകള്, ചുറ്റുപാടുകൾ. ഇന്നത്തെ ജനറേഷനിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാലേ പല കാര്യങ്ങളും അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന കുട്ടികൾ, പണ്ടൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ വേഗം തന്നെ യൂണിഫോം ഒക്കെ എവിടെയെങ്കിലൊക്കെ ഊരിയിട്ടിട്ട് ഒറ്റ ഓട്ടാണ് അല്ലെ കളിക്കാനായിട്ട്. പാടത്തും പറമ്പിലൊക്കെ കളിക്കാൻ പോകും. നമ്മളുടെയൊക്കെ ചെറിയ കാലത്തില് ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെ, ഒക്കെ എവിടെയെങ്കിലൊക്കെ പോകും കളിക്കാൻ. പിന്നെ ഒരു 5-5:30 മണിയൊക്കെ ആകുമ്പോ മേത്തൊക്കെ മുടിപ്പിലൊക്കെ നിറച്ചഴുത്തും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി വരും. ഇവരൊക്കെ തരാൻ പറ്റില്ല അല്ലെ, കുളിച്ചിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. പുറത്തൊക്കെ തന്നെ നിന്ന് നമ്മൾ അങ്ങനെ കുളിക്കും. അവിടെ പുറത്താണെങ്കിലും അവിടെ തന്നെ നിന്നിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ബക്കറ്റിൽ കുടിച്ചിട്ട് കപ്പോണ്ടൊക്കെ ഓരി ഒഴിച്ചൊക്കെ അല്ലെ, അങ്ങനെയൊക്കെയാണ് കുടിച്ചിരുന്നത് കുട്ടികൾ. അത് ചെയ്യും അങ്ങനെയൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ ഒരു സ്ഥിതിയെ കാണുന്നില്ല. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ അമ്മയുടെയോ അച്ഛന്റെ ആരുടെയാണോ വേഗം ഫോൺ വേഗം അങ്ങനെ വാങ്ങിക്കുക, വേഗം ഇരുന്ന് അങ്ങോട്ട് തോണ്ടുക, എവിടെയെങ്കിലും മുന്നോട്ട് പോയിരിക്കുക. പിന്നെ വല്ലതും തിന്നാൻ കിട്ടിയാലും കുടിക്കാൻ കിട്ടിയാലും ഒരു കിട്ടിയില്ലെങ്കിലും അല്ലെ, അങ്ങനെ ഇരിക്കും. അപ്പൊ അവർ ജീവിക്കുന്ന ചുറ്റുപാട്, കാരണം വെച്ചാൽ ഇന്ന് കുട്ടികൾ അവർ ജനിച്ചിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ, ഇത്തരം എക്യുപ്മെന്റുകൾ കണ്ടിട്ട് തന്നെയാണ്, ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അവർ തുടങ്ങിയത് അല്ലെ. ഇപ്പൊ ഒരു കൊച്ചുകുട്ടി എഴുന്നേറ്റെങ്കിലും എവിടെയെങ്കിലും ഇരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഇച്ചിരി പണിയുണ്ട് അടുക്കളയില്. അതിനെ പിടിച്ചിരുത്താൻ പറ്റിയ ഒരു കാര്യമുണ്ട്, ഈ സാധനങ്ങൾ ഓണാക്കി നമ്മുടെ വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് മാറിപ്പോകാം, അവിടെ നോളും അത് കണ്ടിട്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മള് കാണുന്ന കാഴ്ചകളാണ്. അപ്പൊ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഓൾസോ ഇൻഫ്ലുവൻസ് ചിൽഡ്രൻ. കുട്ടികളെ വളരെയധികം നന്നായി സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പുറമെ വളരെയധികം സ്വാധീനം ഈ പറയുന്ന കാര്യങ്ങളും ഉണ്ട് എന്നാണ് ആര് പറയുന്നേ, മോണ്ടിസോറി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ സൈക്കോളജിയാണ്, കുട്ടികളെ കുറിച്ചിട്ട് കാര്യമായ രീതിയിൽ നിരീക്ഷണങ്ങൾ നടത്തി പഠനങ്ങൾ നടത്തിയതിന്റെ ബേസിസിലാണ് മോണ്ടിസോറി അങ്ങനെ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹെറിഡിറ്ററി ഓർ ജനറ്റിക് ഫാക്ടേഴ്സ് അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോ അങ്ങനെയൊക്കെ വരും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ ആയിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, അതായത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കുട്ടികളുടെ വളർച്ചയെയും വികസനത്തെയും സ്വാധീനിക്കുന്ന ഘടകമാണ് പരിസ്ഥിതിയിലുള്ള പല ഘടകങ്ങളും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണം പറഞ്ഞ് പ്രീനേറ്റലും പോസ്റ്റ്നേറ്റലും. അതിൽ പ്രീനേറ്റലിൽ വരുന്ന ചില കാര്യങ്ങൾ ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. ഏതൊക്കെയാ? മെറ്റേണൽ ഹെൽത്ത്, മാതൃ ആരോഗ്യം അല്ലെ, അമ്മയുടെ ആരോഗ്യം. അതന്നെ, അമ്മയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അമ്മമാര് എന്താ പറയാ, ചിലവർക്ക് വളരെയധികം നല്ല രീതിയിൽ എന്താ പറയാ, നമ്മള് സ്ത്രീകളാണ് അമ്മമാര് എന്താ പറയാ മറ്റൊരു വീട്ടിലാണ്. നമ്മളുടെ അറിയാം, ആഫ്റ്റർ മാരേജ് നമ്മളുടെ കുഞ്ഞിനെയൊക്കെ നമ്മൾ ക്യാരി ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. അപ്പൊ അവിടുത്തെ ചുറ്റുപാടുകൾ അവരെങ്ങനെ, ഹൗ ദേ ട്രീറ്റ്, അവളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, ആവശ്യത്തിന് നേരത്തിന് ഫുഡ് കഴിക്കാനുള്ള ഒരു സമയം കൊടുക്കുക. പണ്ടത്തെ കാലത്തേക്കൊക്കെ പോയി കഴിഞ്ഞാലേ എന്താ പറയാ, വീട്ടിലുള്ള ആണുങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ അല്ലെ നമ്മൾ കഴിക്കുക എന്ന് നമ്മൾ ആലോചിക്കും. അവര് വരട്ടെ, പക്ഷെ നമുക്ക് ഒരു കുഞ്ഞിനെ കൂടി ക്യാരി ചെയ്യുന്നവർക്ക് അതിൻ്റെതായ വിഷമം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. കഴിച്ചോ, അവര് വരട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരു സമാധാനത്തില് അവരെ കഴിക്കാനായിട്ട് പോകുന്ന ഫാമിലീസ് ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഇത് കാണുമ്പോ എനിക്കിപ്പോ ഇത്തിരി വിശന്നു, ഞാൻ ഇങ്ങനെ ക്യാരിങ് ആണ്, ഇത്തിരി വിശന്നു ഒന്നും ഭക്ഷണം ചെയ്യുമ്പോ അത് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ആൾക്കും ഉണ്ടായിരിക്കും വീട്ടിലെ മറ്റേ അല്ലെ. അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നതാണ്. അപ്പൊ ഒരു അമ്മയുടെ ആരോഗ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിയുടെ വികസനത്തിന്. അപ്പൊ നേരത്തിന് ആവശ്യത്തിന് ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടണം. അനാരോഗ്യപരമായിട്ടുള്ള ഡിസീസസ്, രോഗങ്ങളൊന്നും വരാതെ അവരെ ശ്രദ്ധിക്കണം. വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സ് ഓൾസോ അല്ലെ, അവരെങ്ങനെ കൺസിഡർ ചെയ്യുന്നു, അവരെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു, അതൊക്കെ ആ പെൺകുട്ടിയുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ ഇല്ലാതാക്കാൻ അല്ലെ ഒക്കെ സഹായിക്കും. അപ്പൊ അവർ വളരെ റിലാക്സ്ഡ് ആക്കി ഒരു പീസ്ഫുൾ മൈൻഡിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. തീർച്ചയായിട്ടും ഒത്തിരി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും അതിനെ സംബന്ധിച്ച്. നമുക്കത് കഴിഞ്ഞിട്ട് പറയാം. ചിലപ്പോൾ അങ്ങനെയുള്ള ബാഡ് എന്താ പറയാ ഇമോഷൻസ് ഉണ്ടായവരോ
അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളവരൊക്കെ ഉണ്ടാവും അല്ലെ. നമുക്കൊക്കെ ആ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകാം. പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാട്ടെവർ ഇറ്റ് മേ ബി, എന്തെങ്കിലും ആവട്ടെ. പിന്നെ മദറിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേജ്, അതും മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ്. കുട്ടി ഉദരത്തിലിരിക്കുന്ന കുട്ടിയുടെ, അതൊക്കെ ഉദരത്തിലുള്ള കുട്ടിയുടെ ഉണ്ടോ പ്രീനേച്ചൽ എന്ന് പറയുമ്പോൾ, ഉദരത്തിലിരിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് അമ്മയുടെ ഈ പറയുന്ന ചെറിയ വികാരങ്ങളെ പോലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ മെന്റൽ ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കണം. അതൊരു എന്താ പറയാ, ഒരു ബാലൻസ്ഡ് രീതിയിൽ പോകണം. ആരോഗ്യം എന്ന് പറയുമ്പോൾ അസുഖം എന്നുള്ളത് വരാതെ മാത്രമല്ല, മനസ്സിന്റെ അസ്വസ്ഥതയും മറ്റൊരു അസുഖമാണ്. അപ്പൊ മെന്റൽ സ്റ്റേറ്റും ഓക്കെ ആയിരിക്കണം അല്ലെ. അമ്മയുടെ ഫിസിക്കൽ ആയിട്ടുള്ളതും മാനസികമായിട്ടുള്ള അവസ്ഥ കുട്ടിയെ സ്വാധീനിക്കും, കുട്ടിയുടെ വളർച്ചയെയും വികസനത്തെയും സ്വാധീനിക്കും. അമ്മ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു, എപ്പോഴും അമ്മയ്ക്ക് സങ്കടമാണ്, ഉദരത്തിൽ കിടക്കുന്ന കുട്ടിയെ അത് അഫക്ട് ചെയ്യും. മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ്. ഇനി ഒരമ്മ എത്രത്തോളം തനിക്കൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്നു, റെഡിനെസ് ആണ്. അയ്യോ ഇതിപ്പോ വേണ്ടായിരുന്നു, അത് ആക്സിഡന്റലി സംഭവിച്ചു പോയി, ആ ഒരു തോന്നൽ വന്നാൽ അതും ഈ പറയുന്ന ഉദരത്തിൽ കിടക്കുന്ന കുട്ടിയെ സ്വാധീനിക്കും. ഇല്ലേ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ അല്ലെ. നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു സമയത്താണ് ആ കുട്ടി നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ഒരു വേണ്ടായിരുന്നു എന്നുള്ള ആ ചിന്ത എപ്പോഴും അമ്മയുടെ മനസ്സിലുണ്ട്. അമ്മയുടെ ചിന്ത അത് ഒബിയസ്ലി എഫക്ട് ചെയ്യുന്നത് ഈ കിടക്കുന്ന കുട്ടിയാണ്. അപ്പൊ കുട്ടീനെ അത് ബാധിക്കും. കാരണം അമ്മ ചിന്തിക്കുന്നു, എന്നെ ഇപ്പൊ വേണ്ടായിരുന്നു, എന്നെ അവരിപ്പോ ആഗ്രഹിച്ചിരുന്നില്ല, ആ ഒരു സമയത്ത് ഞാൻ ഉണ്ടായിരിക്കുന്നു അല്ലേ, അതൊക്കെ കുട്ടീനെ എഫക്ട് ചെയ്യും. അപ്പൊ മദേഴ്സ് റെഡിനെസ് ടു ഹാവ് എ ചൈൽഡ്, കുട്ടി വേണം എന്നുള്ള അമ്മയുടെ ആ തയ്യാറെടുത്തെങ്കിൽ ഇറ്റ്സ് ഓക്കെ, സന്തോഷാണ് അല്ലെ. ഞാൻ തയ്യാറായിരുന്നു, ഐ എം വെൽ പ്രിപ്പയർഡ് ഫോർ ഹാവിങ് എ ചൈൽഡ്. ഒരു കുട്ടി ഉണ്ടാകാൻ ഞാൻ വളരെയധികം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും കൊണ്ടുപോകാം കുഞ്ഞിനെയും. ദെൻ ന്യൂട്രീഷൻ, കുട്ടിക്ക് കിട്ടുന്ന ആഹാരം എവിടെന്നാ? പ്രീനൈറ്റൽ വയറിനകത്തിറങ്ങുന്ന കുട്ടിക്ക് നമുക്ക് പുറത്ത് കൊണ്ടുവന്നിട്ട് അതിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ, പോഷക സമൃദ്ധമായ ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ അകത്ത് കിടക്കുന്ന കുട്ടിക്ക് എങ്ങനെ കിട്ടണം? അമ്മയ്ക്ക് കിട്ടണം. അപ്പൊ അമ്മയ്ക്ക് കൊടുക്കാൻ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. അമ്മയ്ക്ക് ഇത് എന്ത് വേണം, കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കണം. ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കണം അല്ലെ. അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വൈറ്റമിൻസ് ഒക്കെ കൂടുതൽ കണ്ടന്റ് ഉള്ള നല്ല നല്ല വൈറ്റമിൻസ് ഉള്ള എന്താ പറയാ മറ്റു കാര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കണം. അതൊക്കെ അമ്മയ്ക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ഇൻഡയറക്ട്ലി അത് ആർക്ക് കിട്ടുന്നുണ്ട്? കുഞ്ഞിന് കിട്ടുന്നുണ്ട് ഉദരത്തിലുള്ള. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ഇൻടേക്ക്. ചില ആളുകൾ അമ്മമാര് ഈ പറയുന്ന ഉദരത്തിലെ കുഞ്ഞ് ആയിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ ചില ആൽക്കഹോൾ കണ്ടന്റുകളുള്ള ഡ്രിങ്ക്സ് കഴിക്കുക, ഡ്രഗ്സ് കഴിക്കുക, ഇതൊക്കെ ഇറ്റ് ഓൾസോ അഫക്ട് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ്. കുട്ടിയുടെ വളർച്ചയ്ക്കും വികസനത്തിനെയും തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള വളർച്ചയ്ക്ക് നമ്മള് എന്താ പറയുക, ഒരു സാധാരണ കുട്ടി എങ്ങനെയാണോ, നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി എങ്ങനെയാണോ വളരുന്നത്, വികസനം പ്രാപിക്കുന്നത് എന്നതുപോലെ ആയിരിക്കില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അമ്മമാര് ഉണ്ടെങ്കിൽ. ദെൻ എനി ആക്സിഡൻസ്, ഇതുപോലെയുള്ള എന്താ പറയാ കാരിങ്ങിന്റെ സമയത്ത് നമ്മൾ ഏതെങ്കിലുമൊക്കെ യാത്രയിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിഡൻസ് ഉണ്ടാക്കുക അല്ലെ, അത് ഉദരത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ആക്സിഡന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കുട്ടിയുടെ ഈ പറയുന്ന കാര്യങ്ങളെ ബാധിക്കും, വളർച്ചയും വികസനത്തേക്ക് ബാധിക്കാം. കാരണം പേടി, ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ ആ അമ്മ പെട്ടെന്ന് പേടിക്കുകയാണ് ചെയ്യുക. ആ ഒരു വലിയ പേടി അകത്ത് കിടക്കുന്ന കുട്ടിയെ ശരിയായി ബാധിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ പ്രീനേറ്റൽ ആയിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആണ് എന്താ പറയാ നമ്മുടെ ചൈൽഡിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? പ്രീനേറ്റലിന്റെ ആ 5-6 ഒന്ന് ടിക്കറ്റ് വെച്ചേക്ക് കേട്ടാ. ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ്? കുട്ടികളുടെ വളർച്ചയെ വികസനത്തെ അഫക്ട് ചെയ്യുന്ന പ്രീനേറ്റൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. മെറ്റേണൽ ഹെൽത്ത്, മാതൃാരോഗ്യം, മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്സ്, അമ്മയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ, മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ്, കുട്ടിയെ വേണം എന്നുള്ള അമ്മയുടെ തയ്യാറെടുപ്പ്, ന്യൂട്രീഷൻ, പോഷകങ്ങള്, ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ഇൻടേക്ക്, ഡ്രഗ്സും അതുപോലെയുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നത്, എനി ആക്സിഡൻസ്. ഓക്കെ, ഇനി പോസ്റ്റ്നേറ്റലാണ്. പോസ്റ്റ്നേറ്റൽ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ്, നമ്മളുടെ എന്താ പറയാ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ കുട്ടി എവിടെ ജീവിക്കുന്നു, എവിടെ വളരുന്നു, അവരുടെ ലിവിങ് കണ്ടീഷൻസ് ആണ്, അവരുടെ ജീവിത സാഹചര്യങ്ങളാണ്. ആ കുട്ടിയെ വളർന്നു വരുമ്പോ അച്ഛനും അമ്മയും ഇപ്പൊ നമ്മൾ
ചില കുട്ടികൾക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ മോശമായിട്ടൊക്കെ ആൺകുട്ടികൾ ഇങ്ങനെ പോകുമ്പോഴേ അപ്പൊ ആൾക്കാര് പുറത്തുനിന്ന് നമ്മൾ കേൾക്കുന്നതാണ് നമ്മുടെ ചെവി കൊണ്ടൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്ന ഒരു സെന്റൻസ് ആണ്. അത് കുട്ടി അങ്ങനെ വരും. ബിക്കോസ് അവരുടെ അച്ഛനും അമ്മയും എപ്പോഴും വീട്ടിലടിയാ, എപ്പോഴും വഴക്കാ, രണ്ട് സ്ഥലത്താ, സെപ്പറേറ്റഡ് ആണ് രണ്ടുപേരും. അപ്പൊ പിന്നെ കുട്ടി അങ്ങനെയാണ്, കുട്ടി എന്താ പറയാ സെപ്പറേറ്റഡ് ആകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരം ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്നത് കൊണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടികളാണ്. അപ്പൊ കുട്ടികൾ തോന്നിയ വഴിക്കായി പോകും, അല്ലെ അച്ഛൻ ശ്രദ്ധിക്കുന്നില്ല, വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ചിട്ട് മക്കളെ അച്ഛൻ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് എന്താ പറയാ ഈ അച്ഛനോടോ അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള ദേഷ്യവും ഇതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അമ്മമാര് എന്ത് ചെയ്യുന്നു, എനിക്ക് നോക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. അപ്പൊ കുട്ടികൾ അവരുടെ രീതിക്ക് പോകും. അതൊക്കെയാണ് അവരുടെ ലിവിങ് കണ്ടീഷൻസ്. പിന്നെ പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്, കുട്ടികൾ കളിച്ചു വളരുന്ന സ്ഥലം, അവർ ആയിരിക്കുന്ന അവരുടെ കൂട്ടുകാരും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ കളിക്കുന്നു, എങ്ങനെയുള്ള സാഹചര്യത്തിൽ കളിക്കുന്നു, ആരൊക്കെയായിട്ട് കളിക്കുന്നു, അവരുടെ പ്ലേ സ്പേസ്, അവരുടെ ആ ഒരു എന്റർടൈൻമെന്റ് സ്ഥലമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത്തരം സാഹചര്യങ്ങള്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ആരോഗ്യം, കുട്ടികൾക്ക് ആരോഗ്യം കൃത്യമായിട്ട് വേണമെങ്കിൽ അവര് ജനിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ അതുങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കണം. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അല്ല എന്തെങ്കിലും കൊടുത്താൽ പോരാ, ആവശ്യത്തിന് നല്ല രീതിയിൽ ഇന്ന ഓരോ ഏജസിൽ അവർക്ക് വേണ്ട ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്, പിന്നെ പോസ്റ്റ്നൈറ്റൽ ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാതാകുന്നതൊക്കെ, രോഗങ്ങൾ വരുന്നു, ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുന്നു, ആവശ്യത്തിന് നല്ല രീതിയിലുള്ള ഫുഡും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും വൈറ്റമിൻസും ഒക്കെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഫുഡൊന്നും കൊടുക്കാത്തത് കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങള്, അപകടങ്ങള് ഒക്കെ വരുന്നതൊക്കെ എന്താ പറയാ ഇവരുടെ വളർച്ചയെയും വികസനത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? പോസ്റ്റ്നേറ്റൽ നമ്മളുടെ പോസ്റ്റ്നേറ്റലിനകത്ത് ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഈ പോസ്റ്റ്നേറ്റലിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മളുടെ ഫിസിക്കൽ എൻവയോൺമെന്റ്, അതുപോലെ സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്, ദെൻ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്, ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് പോസ്റ്റ്നേറ്റലിനെ. പ്രീനേറ്റല് അമ്മയുടെ ഉത്തരത്തിൽ മാത്രമുള്ള അത്ര കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പോസ്റ്റ്നേറ്റൽ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വന്നതിന് ശേഷം, ഡെലിവറിക്ക് ശേഷം കുട്ടികൾക്ക് ഉണ്ടാകുന്ന പല കാര്യങ്ങളും, അത് ഫിസിക്കൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലിവിങ് കണ്ടീഷൻസ്, കുട്ടികൾ വളരുന്ന സാഹചര്യം, പ്ലേ സ്പേസ്, പിന്നെ അവരുടെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്. ഓക്കെ, അടുത്തത് സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് ആണ്. സാമൂഹികപരമായിട്ടുള്ള ചില വികാരങ്ങളുടെ എൻവയോൺമെന്റ് ആണ്. എന്ന് വെച്ചാൽ അത് കൂടുതലും പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റെയറിംഗ് പ്രാക്ടീസ്, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതി. മാത്രമല്ല കുട്ടികളെ കുറിച്ചിട്ടുള്ള പാരന്റ്സിന്റെ ഓരോ ആറ്റിറ്റ്യൂഡുകൾ, ഓരോ മനോഭാവങ്ങൾ, തന്റെ കുട്ടികൾ ഇങ്ങനെ ആകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ചിന്തകളൊക്കെ ഉണ്ട് ചില ആളുകൾക്ക്. കുട്ടികളുടെ വാട്ട് ദേ വാണ്ട്, അവർക്ക് എന്താണ് ആഗ്രഹം, അവരുടേതായ കാര്യങ്ങളെയൊന്നും എന്താ പറയാ പരിഗണിക്കാതെ തങ്ങൾക്ക് ലഭിക്കാതെ പോയ ചില കാര്യങ്ങളൊക്കെ കുട്ടികളിലൂടെ നേടിയെടുക്കാൻ ചില പാരന്റ്സ് അങ്ങനെ ട്രൈ ചെയ്യും അല്ലെ. അങ്ങനെ വിചാരിക്കുന്നവരില്ലേ, എനിക്ക് പറ്റിയില്ല, സോ ഐ ഹാവ് ടു എന്താ പറയാ ഗെറ്റ് മൈ ചൈൽഡ് ടു ബി ലൈക്ക് ദാറ്റ്, എനിക്ക് എന്റെ കുട്ടി അങ്ങനെ ആവണം, ഇങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ചില പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡുകളാണ്. അതൊരു സോഷ്യോ ഇമോഷണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ്, അത് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന, അതിനുവേണ്ടി ആ രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതി. പിന്നെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്, അത് മറ്റൊരു കാര്യമാണ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ കുട്ടികളുടെ വളർച്ചയ്ക്കും വികസനത്തിനും തടസ്സം നിൽക്കുന്നതും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ളതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്. ഒരു സമൂഹത്തില് ആ ഫാമിലി, ആ കുട്ടി ജീവിക്കുന്ന ആ സമൂഹം അവരുടെ ഫാമിലിയെ എങ്ങനെ കാണുന്നു, അവരുടെ എന്താ പറയാ ഈ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അതും അഫക്ട് ചെയ്യും അല്ലെ. സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം പിന്നോക്കം നിൽക്കുമ്പോഴും അല്ലെങ്കിൽ വളരെ എന്താ പറയാ വലിയ ഹൈ ഇൻകം ആയിട്ടുള്ള ഒത്തിരി വരുമാനമൊക്കെ ഉള്ള അല്ലെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ വളരുന്ന കുട്ടികളും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അവരുടെ മക്കളായിട്ട് വളരുന്നവർ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ അത്തരം കണ്ടീഷൻസ് ഒക്കെ കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ചില കുട്ടികളെ ഇൻട്രോവേർട്ട് ഒക്കെ ആയി പോകും. എന്നുവെച്ചാൽ എന്താ, ഞാൻ ഇങ്ങനെ ഒരു ഫാമിലിയാണ്, എന്റെ പാരന്റ്സ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാശില്ല കേട്ടോ, അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് അങ്ങോട്ട് ഉൾവലിയാൻ തുടങ്ങും ചില കുട്ടികളാണ്. അപ്പൊ അത് അവരുടെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് അവരങ്ങനെ ആയി പോകുന്നതാണ്. അതൊന്നും അല്ല. അതിനനുസരിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും കുട്ടികളിൽ
അത്തരം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇക്കോണമിയാണ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ പാവപ്പെട്ടവരും ഉണ്ട്, പണക്കാരും ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. എല്ലാവരും അടങ്ങുന്നതാണ് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മളുടെ എന്താ പറയാ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ, നമ്മുടെ ബിഹേവിയർ, ഇതൊക്കെ നന്നായാൽ മതി. കാശൊന്നുമല്ല അല്ലെ. പൈസ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വെൽത്ത്. അത് ഒരു വലിയ സമ്പത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നല്ല മൂല്യങ്ങൾ അല്ലെ, നല്ല വാല്യുബിൾ ആയിട്ടുള്ള കുറെ മൂല്യങ്ങള്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, അതൊക്കെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അതൊക്കെയാണ് നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ്. നമ്മളുടെ ഗുഡ് ക്വാളിറ്റീസ്, നല്ല ഗുണങ്ങൾ, ഇതൊക്കെയാണ് നല്ല അസറ്റ്. അതൊന്നും ആരും നമ്മളിൽ നിന്ന് ചുരണ്ടി കൊണ്ടുപോകുകയോ ചൂഷണം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളെ കാശൊക്കെ വേണമെങ്കിൽ ആരെങ്കിലൊക്കെ ഒരു വന്നിട്ട് രാത്രിയിൽ കവർന്നുകൊണ്ട് പോകാം. പക്ഷെ നമ്മളുടെ ഈ പറയുന്ന കഴിവുകള് അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകള്, വിദ്യാഭ്യാസം, അറിവ്, നമ്മൾ നേടിയെടുക്കുന്ന അറിവുകള്, അതൊന്നും നമ്മളിൽ നിന്ന് ആർക്കും തിരിച്ചു പറിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല അല്ലെ. അപ്പൊ അത്തരം സ്റ്റേറ്റസ്, അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതൊക്കെ അവരുടെ ഡെവലപ്മെന്റിന് ഉതകുന്ന കാര്യങ്ങളാണ്. ഫാമിലി സ്ട്രക്ചർ, ഫാമിലിയുടെ കുടുംബത്തിന്റെ ആ ഒരു ഘടന, പിന്നെ അവരുടെ അവര് ആയിരിക്കുന്ന സെക്സ്, വെദർ ബോയ് ഓർ ഗേൾ, ആൻഡ് ഓൾസോ ദെയർ കൾച്ചർ, അവരുടെ സംസ്കാരം. ഓരോ ഫാമിലിയും അവരവരുടെ സംസ്കാരത്തിൽ കുട്ടികളെ വളർത്തുമ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആക്കുന്ന ഒരു കൾച്ചറിൽ വേണം കുട്ടികളെ വളർത്താൻ അല്ലെ. ഒരു കോമൺ കൾച്ചർ, ഒരു സംസ്കാരം. നമ്മളുടെ രാജ്യത്തിനൊരു സംസ്കാരമുണ്ട്, നമ്മുടെ സ്റ്റേറ്റിനൊരു സംസ്കാരമുണ്ട്. ആ രീതിയിൽ വളർത്തിയെടുക്കാൻ കുട്ടികളെ. അതൊക്കെ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസിന്റെ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്, പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റയറിംഗ് പ്രാക്ടീസ്. ചൈൽഡ് റയറിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ വളർത്തിക്കൊണ്ടുവരുന്ന രീതി. സോഷ്യോ ഇക്കണോമിക് സ്റ്റേറ്റസ്, ഫാമിലി സ്ട്രക്ചർ, സെക്സ് ആൻഡ് കൾച്ചർ. ക്ലിയറായോ? രണ്ടാമത്തെ പോസ്റ്റ്നേറ്റൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ. പോസ്റ്റ്നേറ്റൽ ആദ്യത്തെ ഫിസിക്കൽ എൻവയോൺമെന്റ്, രണ്ടാമത്തെയാണ് സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. ഇന്റലക്ച്വൽ. അപ്പൊ എന്താണ് ഇന്റലക്ച്വൽ എന്ന് പറയുന്നത്? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റലിജന്റ് പരമായിട്ടുള്ള, ഇന്റലക്ച്വൽ മീൻസ് ഇന്റലിജന്റ് എന്ന് വെച്ചാൽ ബുദ്ധിപരമായിട്ടുള്ള ചില സാഹചര്യങ്ങളാണ്. അപ്പൊ കുട്ടികളുടെ വികസനത്തിന്റെ മറ്റൊരു തലമാണ് ഈ പറയുന്ന ബുദ്ധിപരമായിട്ടുള്ള വളർച്ച അല്ലെ, വികാസം, ബുദ്ധിപരമായിട്ടുള്ള വികാസം. That means they must have given the opportunity to explore and experiment. കുട്ടികൾ ചിരിക്ക് വളർന്നു തുടങ്ങി കഴിയുമ്പോഴേ അവരുടെ ഇന്നത്തെ കുട്ടികളിൽ വരുന്ന ഒരു കാര്യമാണ്, ഏറ്റവും വലിയ വളരെ ജിജ്ഞാസയോടെ ഉടലെടുക്കുന്നവരിൽ വരുന്ന ഒരു കാര്യമാണ് എന്താണ്? എക്സ്പീരിയൻസ്, എക്സ്പ്ലോർ. എന്താണത്? എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, എല്ലാം അവർക്ക് അനുഭവിച്ച് മനസ്സിലാകും. അത് ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയിൽ വരുന്ന ഒരു വികാസമാണ് അല്ലെ. അത് അവശ്യം എല്ലാം നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ളത്. അതേസമയം പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പറ്റുന്ന അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഹാവ് ടു ബി ഗിവൺ. തീർച്ചയായിട്ടും അല്ലെ. ഏജിനനുസരിച്ച് അവരവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, അവർക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്ന ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത്തരം അവസരങ്ങൾ അവർക്ക് കൊടുക്കുക. അത് നിഷേധിക്കാൻ അന്നേരം പാടില്ല. ഇന്നത് ഞാൻ ചെയ്തോട്ടെ, ഇന്ന പ്രായത്തിലുള്ള കുട്ടി ഇന്നത് ഞാൻ ചെയ്തോട്ടെ, ഒറ്റയ്ക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ അവർ ചെയ്യുന്നത് കൊണ്ട് നോ പ്രോബ്ലം എന്നാണെങ്കിൽ ഹാവ് ടു ബി ഗിവൺ ദ ചാൻസ്. തീർച്ചയായിട്ടും അതിന് അവസരങ്ങൾ അവർക്ക് കൊടുക്കാം. അത് അവരുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. കുട്ടികൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് തോന്നുന്നത് ചില കുട്ടികൾക്ക് അങ്ങനെ തോന്നില്ല. കാരണം എന്താ? അവരുടെ ബുദ്ധി അതിനനുസരിച്ച് വികാസം പ്രാപിച്ചിട്ടില്ല എന്നാണ് അല്ലെ. ഇപ്പൊ ചില കുട്ടികൾ എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഡിസേബിൾഡ് ആയിട്ടുള്ള ചിലപ്പോ ബുദ്ധിക്ക്, ചിലപ്പോ അവരുടെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടുള്ള ബുദ്ധി ചിലപ്പോ വികസിച്ചിട്ടുണ്ടാവില്ല. സോ അങ്ങനെ ഒരു തിങ്കിങ് അവരുടെ മനസ്സിലുണ്ടാവില്ല, അവർക്ക് അങ്ങനെ ചിന്തിക്കില്ല. അന്നേരം അവരുടെ മുമ്പിൽ എന്താണോ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്താണോ അവരത് മാത്രമേ ചെയ്യുന്നുള്ളൂ. സ്വയം എന്താണ് അവരുടെ ഉള്ളിൽ നിന്ന് വന്നവർക്ക് അത് ചെയ്യാൻ പറ്റില്ല അല്ലെ. ആ ഇന്റലക്ച്വൽ പവർ ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോ ഇഫ് ദേ ഹാവ് സച്ച് എന്താ പറയാ ഓപ്പർച്യൂണിറ്റി, അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക. അറോസ് ഇൻക്വസ്റ്റീവ്നെസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇനി ഇതിപ്പോ കാണാത്തൊരു കാര്യമാണ് കേട്ടോ, ഇപ്പോഴത്തെ തലമുറയിൽ കാണാത്തൊരു കാര്യമാണ്, നമ്മളിന്ന് ആവശ്യമില്ല. കാരണം ഇൻക്വസ്റ്റീവ്നെസ് ആണ്, ചോദ്യങ്ങൾ ചോദിക്കുക. പണ്ടത്തെ അമ്മമാരുടെ ഉടുപ്പിന്റെ തുമ്പിലോ സാരിയുടെ തുമ്പിലോ നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരുന്നത്, അതെന്താണ് അമ്മേ അങ്ങനെ,
ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു നടക്കുന്ന ഒരു കാലഘട്ടം അല്ലെ. ഇന്ന് എത്ര കുട്ടികൾ നമ്മുടെ പിന്നാലെ ഇതും ചോദിച്ചു നടക്കുന്നുണ്ട്. സ്കൂൾ കഴിഞ്ഞ് വരുമ്പോ ടീച്ചർ ഇത് ഇങ്ങനെ പറഞ്ഞല്ലോ, എന്താ ടീച്ചർ അങ്ങനെ പറഞ്ഞേ? അപ്പൊ അതിന് നമ്മളൊരു ഉത്തരം കൊടുക്കും. അപ്പൊ തന്നെ കുട്ടികൾ വീണ്ടും അതിന്റെ പിന്നാലെ അടുത്ത ചോദ്യം, അതെന്താ അങ്ങനെ അല്ലെ. ഒരു ചോദ്യത്തിന്റെ പിന്നാലെ എന്താ ചെയ്തു, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മള് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടും, എന്താണ് ഇതിന് ഉത്തരം കൊടുക്കാന്നൊക്കെ ചിലപ്പോൾ നമ്മള് ബുദ്ധിമുട്ടി പോകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കും. അത് അവരുടെ ആ ഒരു പ്രായത്തിന്റെയാണ്, ആ ഒരു ഈഗർനെസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരങ്ങൾ തരിക എന്നുള്ളത്. ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഇന്ന് ഇവർ നമ്മളുടെ പിന്നാലെ ഒന്നും വരുന്നില്ല. ചോദിക്കാറുണ്ട് അല്ലെ. അത് വളരെ നല്ല കാര്യമാണ്. നല്ല നമ്മൾ അന്നേരം എന്ത് ചെയ്യണമെന്നറിയോ, അവരെതേ ഇപ്പൊ കൊച്ചെ പോയേ, ഇപ്പൊ സമയമൊന്നുമില്ല, അമ്മ ഇവിടെ തിരക്കിട്ട പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ആ നേരത്താണ് അവന്റെ ഒരു ചോദ്യം. അങ്ങനെ പറഞ്ഞ അവരെ തഴയരുത് ഒരിക്കലും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പോസിറ്റീവ്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം ആ കുട്ടിക്ക് നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെ. എന്തെങ്കിലും കാര്യങ്ങള് ഇതുപോലെ കണ്ടോ, കുറച്ച് പിള്ളേരൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ കാണുന്ന കുട്ടികൾ ഇപ്പൊ 100 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ 5-10 പിള്ളേർ ചോദിക്കുന്നുണ്ടായിരിക്കാം. ബാക്കി എന്താ പറയാ 90% സ്റ്റുഡൻസും ചോദിക്കുന്നില്ല. കുട്ടികള് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ഈവൻ ദേ ആർ അഫ്രൈഡ് ടു ഷെയർ വിത്ത് ദെയർ പാരന്റ്സ് അല്ലെ. പാരന്റ്സുമായിട്ട് ഷെയർ ചെയ്യാൻ പോലും അവർക്ക് പേടിയാണ്. അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഇപ്പൊ ഓരോ ദിവസവും വാർത്തകളിലും മറ്റുമൊക്കെ കേൾക്കുന്നുണ്ട് അല്ലെ. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ കുട്ടി മുറിയിൽ കയറി കഥകടച്ചു ഇങ്ങനെ ചെയ്തു കേൾക്കുന്നതാണ്. 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇഷ്ടം പോലെ നമ്മളൊക്കെ ന്യൂസ് നമ്മളുടെ ചെവി കൂടി കേട്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ കൂടി കണ്ട് നമ്മള് വീഡിയോസ് ആയിട്ടോ ഒക്കെ വായിച്ച് കേട്ടൊക്കെ പോകുന്നുണ്ട്. എന്തുകൊണ്ട്? ഇതുപോലെ ഇവർക്ക് പറയാനും ഷെയർ ചെയ്യാനും ആരും ഇല്ലാതെ തോന്നുന്നത് കൊണ്ടാണ് അല്ലെ. നമ്മളുടെ വീട്ടിൽ ചെന്ന് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞാൽ പാരന്റ്സിന് നമ്മളോട് എങ്ങനെ പ്രതികരിക്കും, അവർക്കത് താങ്ങാൻ പറ്റുന്നില്ല. അതെങ്ങനെയായിരിക്കും അതിനുള്ള റിയാക്ഷൻ അവർ തരിക? ബിക്കോസ് ദേ ആർ അഫ്രൈഡ് ഓർ ദേ ആർ നോട്ട് വില്ലിംഗ് ടു ഷെയർ സച്ച് തിങ്സ് വിത്ത് ദെയർ പാരന്റ്സ്. പാരന്റ്സുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം പാരന്റ്സ് ചിലപ്പോ അങ്ങനെയായിരിക്കാം, നേരത്തെ പറഞ്ഞു, ചിലപ്പോ 2 കൂട്ടരും എന്താ പറയാ വീടുകളില് ഓഫീസിലോ മറ്റു കാര്യങ്ങളിലോ ജോലിക്കൊക്കെ പോകുന്നു. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇങ്ങനെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം ഐ തിങ്ക് ഇങ്ങനെയാണെന്നാണ്. അതായത് അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, 2 പേരും ജോലിക്ക് പോകുന്നു. ഈവനിങ്ങിലെ 2 പേരും തിരിച്ചു വരുന്നു. ചിലപ്പോ അച്ഛൻ നേരത്തെ വരുന്നു, അമ്മ വൈകിയായിരിക്കും വരിക. അല്ലെങ്കിൽ അച്ഛൻ നേരത്തെ വരുന്നു, അമ്മ ആദ്യം വരുന്നു, അച്ഛൻ വൈകിയായി, എങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളും ക്ലാസ്സിൽ നിന്നൊക്കെ വന്നിട്ട് അവരെ പിടിച്ച് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു മൈൻഡോ സമയമോ നമ്മൾ കണ്ടെത്തുന്നില്ല. നമ്മൾ ഇവിടുന്ന് ഓഫീസിൽ നിന്നാണെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മമാരാണെങ്കിൽ നേരെ അടുക്കളയിൽ ചെല്ലുന്നു, ജോലിയുണ്ട്, വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ഒന്ന് തീർക്കണം. ഇനി ചിലപ്പോൾ വീട്ടിൽ ഓഫീസിലെ ചിലപ്പോൾ കുറച്ച് ജോലി പെൻഡിങ്ങുണ്ട്, അത് എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേക്കാണ്, അതും ചെയ്യണം. ആ ഒരു ടെൻഷനും ഇതൊക്കെയായിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. അപ്പൊ അച്ഛനാണെങ്കിൽ വൈകുന്നേരം വരുന്നു, ചിലപ്പോൾ കാലത്ത് ന്യൂസ് പേപ്പറിന്റെ പകുതി വായിച്ചിട്ടുണ്ടാവുള്ളൂ, ബാക്കി വായിക്കണം. ബാക്കി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ കൂട്ടുകാരോ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കണം, അതിനൊക്കെ മറുപടികൾ കൊടുക്കണം. ഫോണുമായിട്ട് അച്ഛൻ വേണ്ടിയാണ്. പിന്നെ കുട്ടികൾ ആരോട് സംസാരിക്കും? കുട്ടികളോട് എന്ത് വേഗം പോയിരുന്നു പഠിച്ചോ, അവിടെ പോയിരുന്നു പഠിച്ചോ, മുറിയിലിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവരെ മുറിയിലാക്കി ഇരുത്തുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് നോക്കുന്നുണ്ടോ കുട്ടികൾ അവിടെ പഠിക്കുക തന്നെയാണോ, അവരെന്താ ചെയ്യുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ലായിരിക്കും മിക്കവാറും അല്ലെ. മിക്കവാറും ആൾക്ക് സമയമില്ല, കാരണം ചണ്ട പിടിക്കാൻ ഇരുത്തിണ്ടല്ലോ അവരോടൊന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ കുട്ടികള് ഈ പറയുന്നതുമായിട്ട് ഫാമിലിയിലുള്ള ആളുകളുമായിട്ട് അധികം നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. സംസാരിക്കുക മാത്രമല്ല, ഈവൺ മുഖം തന്നെ കാണാറുണ്ടോ എന്ന് അറിയില്ല. ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ കുട്ടികളുടെ ഞാനൊരു ട്യൂഷൻ സെന്റർ സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. ഞാൻ കുട്ടികളോട് പറയുക, അച്ഛനമ്മയുടെ ഒക്കെ ബർത്ത്ഡേ അറിയോ? ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുക അവരോട്. ഒരു ബർത്ത്ഡേ കാർഡൊക്കെ ഉണ്ടാക്കാനൊക്കെ പറയും കുട്ടികളോട്. അപ്പൊ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അമ്മയുടെ ബർത്ത്ഡേയുടെ ഡേറ്റ് വേണം, അച്ഛന്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് വേണം. അത് ഇങ്ങനെ വായിച്ചു ഞാൻ എന്റെ പറഞ്ഞാൽ മതിയോ? എന്തേ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ബർത്ത്ഡേ അറിയില്ലാത്തത് എന്തുകൊണ്ടാ? അറിയാം. നിന്റെ ബർത്ത്ഡേ നിനക്ക് അറിയോ? അതും അറിയില്ലാത്ത കുട്ടികളുണ്ട് ഇപ്പോഴും. സ്വന്തം ബർത്ത്ഡേ എന്നാണ് എന്ന് അറിയില്ല. ഏത് ഇയറില്, ഏത് ഡേറ്റില്, ഏത് മന്തിൽ ജനിച്ചൊന്നും കുട്ടികൾക്ക് അറിയില്ല. ചിലപ്പോ ബർത്ത്ഡേ 2 ദിവസം മുമ്പ് അച്ഛനും വേഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, നാളെ എന്റെ ബർത്ത്ഡേ ആണോ എന്ന് പറയുമ്പോഴേക്കും ടീച്ചർ നമ്മുടെ ബർത്ത്ഡേ ആണോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെന്നൊക്കെ പറഞ്ഞ് വരണേ. അല്ലാതെ അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ പറയും, അച്ഛനോടും അമ്മയോടൊക്കെ ചോദിക്കണം അവരുടെ ബർത്ത്ഡേ എന്നാണ് അല്ലെ. കുഞ്ഞിനാണെങ്കിൽ ഒരു ചെറിയ റോസാപ്പൂ, ഒരു എന്തെങ്കിലും ഗിഫ്റ്റ് അമ്മയ്ക്ക് അച്ഛനൊക്കെ കൊണ്ട് കൊടുക്കണം. അപ്പൊ കുട്ടികളെ അങ്ങനെ ശീലിപ്പിക്കണം. കുട്ടികളെ അങ്ങനെ ആക്കണമെങ്കിൽ പാരന്റ്സിനും അതിൻ്റെതായ കുറച്ച് പങ്കുണ്ട്. അത് ചെറുതിലേ തന്നെ നമ്മൾ ചെയ്താൽ
നമ്മളുടെ ഇപ്പൊ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാൻ പോകണല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്യാം. കാരണം ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ആ ചെറുതിലെ തന്നെ അവര് 3-4 വയസ്സായിക്കോട്ടെ, ഇന്നത്തെ 3-4 ഒന്നും നമ്മൾ പറയണ്ട, അതേ ബ്രില്യൻസ്. ഇന്നത്തെ കാലത്ത് അത്തരം കുട്ടികളൊക്കെ ഉണ്ടല്ല. ചില കുട്ടികളൊക്കെ കാണിക്കണേയും പ്രവർത്തിക്കണേയും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണു വിളിച്ചു നോക്കിയിരിക്കും. ആ പ്രായത്തിലൊക്കെ ഞാൻ എന്തുട്ടാ ചെയ്തിരുന്നത്, വല്ല മണ്ണ് വാരി എടുത്ത് കളിച്ചുകൊണ്ടിരുന്ന ചിരട്ടയിൽ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്ന സമയം എന്നിട്ടുണ്ടാവും അല്ലെ. കുട്ടികളുടെ ഓരോ വർത്താനങ്ങളൊക്കെ കേൾക്കുമ്പോ അല്ലെ, ഞാനിങ്ങനെ കണ്ടുപിടിച്ചിരിക്കാറുണ്ട്. എപ്പോഴും കുട്ടികളുമായിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് എനിക്ക് എന്താ പറയാ, കൂടുതൽ കുട്ടികളുമായിട്ട് എനിക്ക് ഒത്തിരി ബന്ധങ്ങളാണ്. അപ്പൊ അത് കാരണം ഇവറ്റകളൊക്കെ ഇങ്ങനെ പറയണത് ഞാൻ കണ്ണും വിളിച്ചിരിക്കും. 5ലാണ് ഇപ്പൊ പഠിക്കണേ, ഞാൻ 5ാം ക്ലാസ്സിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നേ വീട്ടില്, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയിട്ട് എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. അത് നമ്മൾ അവരെ ആ രീതിയിൽ നമ്മൾ ചേർത്ത് നിർത്തണം. ഇപ്പൊ സ്കൂളിലെ കുട്ടികൾ വരുമ്പോഴും നിങ്ങളുടെ കുട്ടികളാണ്, നമ്മുടെ സ്വന്തം കുട്ടികളാണ് എന്ന് വിചാരിച്ച് അവരോട് പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാം, ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടാം. എന്നിട്ട് നാളെ വരുമ്പോ ചോദിച്ചു മറുപടി പറഞ്ഞിട്ട് വരണം, അല്ല ഇങ്ങനെ ടീച്ചർ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ അവരെന്ത് ചെയ്യും, ടീച്ചർ കുട്ടികൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് അമ്മയോടൊക്കെ ചോദിക്കും, അച്ഛനോടും അമ്മയോടും. സോ അവര് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻസ്, അച്ഛൻ അമ്മ കുട്ടി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ട്രയാങ്കിൾ രീതിയിൽ ഇങ്ങനെ ഒരു ത്രികോണ ബന്ധമായിട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ അച്ഛന് അറിയുന്നത് അച്ഛൻ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കാൻ പറയുന്നു, കണ്ടോ അവരപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ കുട്ടികളുടെ ഇത്തരം ഷെയറിംഗ് മെന്റാലിറ്റി ഇല്ലേ, പല കാര്യങ്ങളും പറയാനുള്ള അവരുടെ ആ ഒരു മൈൻഡ് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ കൊണ്ടൊക്കെ സാധിക്കും. അപ്പൊ ഇനി വരുന്ന തലമുറയും ഇതുപോലെയുള്ള ഇത്തരം എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കുന്ന എന്തെങ്കിലും കാണുമ്പോഴേക്കും പോയിട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് പിന്തിരിപ്പിക്കാൻ ടീച്ചേഴ്സിനും ഒരു പ്രത്യേക രീതിയിൽ അതിന് ഡു ദെയർ ഓൺ റോൾ, അവരുടേതായ പങ്ക് വഹിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുമ്പോൾ അതിന് ഉത്തരങ്ങൾ കൊടുക്കുക, അതാണ് എനിക്ക് ഉദ്ദേശിച്ചത്. അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ കൊടുക്കുക. സോ അവർ വീണ്ടും വീണ്ടും ചോദിക്കട്ടെ, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഉത്തരങ്ങൾ കൊടുക്കാം. അതല്ലെങ്കിൽ പിടിച്ചിരുത്തിയിട്ട് ചില ചെറിയ കഥകൾ ഉദാഹരണങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞ് അത്തരം കാര്യങ്ങളുടെ ആൻസറിനെ നമുക്ക് ഒന്നുകൂടി എന്താ പറയാ, അവർക്ക് ഒന്ന് അവരുടെ മനസ്സിൽ പതിയുന്ന രീതിയിലൊക്കെ ആക്കി കൊടുക്കുക. അപ്പൊ ഒക്കെ കുറെ കുട്ടികളൊക്കെ അടുത്ത് വന്നിരിക്കാനൊക്കെ നോക്കും. പിന്നെ അവർക്ക് ടു പ്രൊവൈഡ് എൻകറേജ്മെന്റ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എൻകറേജ്മെന്റ് ബൈ ഗിവിങ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ ആണെങ്കിൽ പോസിറ്റീവ് ആക്കി അതിനെ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യിപ്പിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് അതിനെ പോസിറ്റീവ് ആകുന്ന രീതിയിലേക്ക് അവർ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. മനസ്സിലായി? ഇങ്ങനെ പാടില്ല, അത് ഇങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഇവിടെ എന്തിനാ പറയുന്നത്, നമ്മൾ ഇവിടെ പറയുന്നത് നമ്മളുടെ സ്വന്തം കുട്ടികളാണെന്ന് കരുതി നമ്മളുടെ KG കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടവരാ. ഏറ്റവും ഒരു എന്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് താഴേന്നാ തുടങ്ങുക, അല്ലെ? ഏറ്റവും എന്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ താഴേന്നാ തുടങ്ങുക. ഇഫ് യു ആർ ബിൽഡിംഗ് എ മാൻഷൻ, ഒരു വലിയ കെട്ടിടം നമ്മൾ പണിയാന്ന് വിചാരിക്കാം, അതിന്റെ തറ പണിയാതെ നമുക്ക് അതിന്റെ മുകളിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തറയാണ് നമ്മൾ ആദ്യം പണിയുക. സോ ഇവിടെ നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു അടിത്തറ, ആ ബേസിക്സ് എന്ന് പറയുന്നത് എവിടെയാണ്? അത് ഇറ്റ് ലൈസ് ഓൺ കിൻഡർ ഗാർഡനിലാണ് കിടക്കുന്നത്. നമ്മുടെ മോണ്ടിസോറി ടീച്ചേഴ്സ് ആയിട്ട് നിങ്ങളും എന്താ പറയാ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ മുന്നിലിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും നമ്മളുടേതാണ്. നമ്മൾ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, റെയർ ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ അവരെ നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുവരികയാണെങ്കിൽ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അവിടെ കിട്ടുന്നതാണ് വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് ഇവരുടെ വികസനത്തിനും എന്താ പറയാ വളർച്ചയ്ക്കും ഒക്കെ ഹെൽപ്ഫുൾ ആകുന്നത്. ചെറുതിൽ നിന്ന് കിട്ടുന്നത്, അപ്പൊ ചെറുതിൽ നിന്ന് തന്നെ നമ്മളത് തുടങ്ങാം. ആൻഡ് പ്രൊവൈഡിങ് വെറൈറ്റി. ഇനി മാത്രമല്ല ചെറിയ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കുട്ടികൾക്ക് പല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ലൈക്ക് വായിപ്പിക്കുക പറയുന്ന മറ്റൊരു കാര്യമാണ് കേട്ടോ. പറഞ്ഞു വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് വായന ഇന്നുണ്ടോ? വായന എന്ന് പറയുന്നത് കുട്ടികളില് അല്ലെ ഓരോ ഏറ്റവും എന്താ പറയാ രസം വായിക്കുന്നത് കേൾക്കാൻ ഏതാന്ന് പറയും, മലയാളമായിരിക്കും. ഒരു കേരളത്തിലെ മലയാളം മദർ ടങ് ആയിട്ടുള്ള കേരളത്തിലെ കുട്ടികളും വായിക്കുന്ന മലയാളം കേട്ടാൽ നമ്മൾക്ക് ചിരി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ എന്താ പറയാ നമ്മള് മുഖത്ത് വിരൽ വെച്ച് പോകുമെന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലെ. ഇംഗ്ലീഷ് കുറച്ചുകൂടി പിന്നെ വായിക്കും തോന്നുന്നു.
ഇപ്പൊ ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. പഠിക്കാനായിട്ട് ഇവരോട് ഇരിക്കാൻ പറഞ്ഞാലും ഇവർ വെറുതെ പുസ്തകം 2 പേജ് അങ്ങോട്ട് കൊണ്ട് പറയും, പഠിത്തം കഴിഞ്ഞു, ഓക്കെ. ടീച്ചർ ഒരു ദിവസം മുഴുവനും ഒരു 8 പീരീഡ്സ് ആയിട്ട് 8 എന്താ പറയാ പീരീഡുകളാണല്ലോ ഒരു സ്കൂളിലെ ഒരു ദിവസത്തെ അവരിതെന്ന് പറയുന്നത്. 8 പീരീഡ് പഠിപ്പിച്ചത് ഇവര് 10 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കും. അങ്ങനത്തെ കുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ള. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം പോലും വായിക്കാനായിട്ട് അവര് മെനക്കെടുന്നില്ല. ഇവൺ ഇംഗ്ലീഷോ ഹിന്ദിയോ അതുപോലെ മലയാളമോ എന്ത് തന്നെയായാലും അപ്പൊ ഒരു വായനാശീലം അത് ചെറുതീന്ന് തുടങ്ങിയിട്ട് പിള്ളേരെ കൊണ്ട് ഇപ്പൊ ടീച്ചേഴ്സും വലിയ മെനക്കെടാറില്ല. പണ്ടൊക്കെ ഇല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ആലോചിച്ച് നോക്കിയേ, ഹിന്ദിയൊക്കെ ടീച്ചർ എടുക്കുന്ന പോർഷൻസ് പിറ്റേ ദിവസം വരുമ്പോ അവിടെ എഴുതിപ്പിച്ച് കുറച്ച് പേരെ കൊണ്ടെങ്കിലും ഇങ്ങനെ റാൻഡം ആയിട്ട് വായിപ്പിക്കും. അപ്പൊ നമുക്കൊരു പേടിയുണ്ട്, എന്ത് ചെയ്യും, ഇപ്പൊ നമ്മള് 2 പ്രാവശ്യം 2-3 പ്രാവശ്യം വായിച്ചിട്ട് പോകും, അല്ലെങ്കിൽ പിന്നെ എഴുന്നേറ്റ് നാളെ കിടണ്ടേ വായിക്കുമ്പോ. അതുകൊണ്ട് നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ടെക്സ്റ്റ് ബുക്ക് വായിക്കും. മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ. പദ്യമൊക്കെ നമ്മൾ എഴുന്നേൽപ്പിച്ച് ചൊല്ലിപ്പിക്കും. ഇംഗ്ലീഷ് പോയംസ് റിസൈറ്റ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ മലയാളം പദ്യമൊക്കെ ടീച്ചർമാരൊക്കെ നല്ല ഈണത്തിൽ ചൊല്ലിത്തരും. അതുപോലെ തന്നെ നമ്മളോട് പാടാൻ പറയും. ഇന്ന് പദ്യം പഠിക്കലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പദ്യമൊക്കെ ഉണ്ടോന്ന് നമുക്കറിയാം മലയാളത്തില്. മലയാളം നമ്മൾ എടുക്കാത്തൊരു മേഖലയായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അതുപോലെ കുട്ടികൾ വായിക്കാൻ, സ്റ്റോറി ടെല്ലിങ്, കുഞ്ഞു കുഞ്ഞു കഥകളിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുക, കുഞ്ഞു കഥ പറയിപ്പിക്കുക, പടം വരപ്പിക്കുക, പിന്നെ മ്യൂസിക് അല്ലെ, പാട്ട് പാടിപ്പിക്കുക, ഡാൻസിങ്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആക്ഷൻസ്, നാടകം പോലെയൊക്കെ ഒക്കെ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ അവരുടെ ഇന്റലക്ച്വൽ എൻവയോൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അതൊക്കെ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വികസനത്തിന് വേണ്ടി വരുന്ന ചില ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതൊന്ന് ടിക്കറ്റ് ചെയ്യുക കേട്ടോ. ആ പോയിന്റുകൾ എന്താ പറയാ, നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് മൂലം വരുന്ന കാര്യങ്ങൾ ചിലപ്പോ ഏതൊക്കെയാണ് വരിക, ഇന്നതിൽ വരുന്നത് ഏതാന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യന് ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, യെസ്. ഇനി മോണ്ടിസോറി വീണ്ടും എന്താ പറയാണ് ദ പാസീവ് നേച്ചർ ഓഫ് ദ ചൈൽഡ് മനസ്സിലാക്കുകയാണ് നമ്മൾ. മോണ്ടിസോറി കുട്ടികളുടെ ചില എന്താ പറയാ നിഷ്ക്രിയമായിട്ടുള്ള ചില സ്വഭാവ രീതികൾ എന്ന് വെച്ചാൽ ചില ഒരു ഇനാക്റ്റീവ്നെസ്, അതാണ് അതിന്റെ ഓപ്പോസിറ്റ് ഓഫ് ആക്റ്റീവ്, അതാണ് പാസീവ്. പാസീവ് എന്ന് പറഞ്ഞാൽ എന്താ, മലയാള വേർഡാണ് നിഷ്ക്രിയം. എന്താ പറയാ, ക്രിയാത്മകമായി പ്രവർത്തിക്കുക, ആക്റ്റീവ് ആകുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് പാസീവ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഷീസ് വെരി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഷീസ് വെരി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൾ വളരെ എന്താ പറയാ ആക്റ്റീവ് ആണ് എന്ന് വെച്ചാൽ എപ്പോഴും എന്തെങ്കിലും ചുറുചുറുക്കോടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആള്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പാസീവ്. അപ്പൊ കുട്ടികളിൽ ഇത്തരം നിഷ്ക്രിയത്വം ഉണ്ടാകുന്നത് എന്താണെന്നും മോണ്ടിസോറി മനസ്സിലാക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് വൈൽ ദേ ആർ അബ്സോർബിങ് സംതിങ് ഫ്രം ദ എൻവയോൺമെന്റ്. കുട്ടികള് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് പലതും അവര് സ്വീകരിക്കുന്നുണ്ട് അല്ലെ, അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പൊ ചെറിയ കുട്ടികളായിരിക്കുമ്പോ പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടക്കാനൊക്കെ തുടങ്ങുമ്പോ അവര് അച്ഛൻ എന്ത് കാണിക്കുന്നു, അമ്മ എന്ത് കാണിക്കുന്നു, അതൊക്കെ അവരവർ പിടിച്ചെടുക്കും. ഈ ചെറുതിലെ പിടിച്ചെടുക്കുന്നത് നമുക്ക് അതിൽ നിന്ന് പിന്നെ അവരെ പിന്തിരിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും അല്ലെ. ചെറുതിലെ പഠിച്ച കാര്യങ്ങൾ അവര് മനസ്സിലാക്കിയെടുത്തതൊക്കെ ചിലതൊക്കെ കുറച്ചുകൾ വലുതാവുമ്പോ എല്ലാവരുടെയും മുമ്പിലൊക്കെ നമുക്കത് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ കാണിപ്പിക്കാനോ പറ്റാത്തതാണ്. അപ്പൊ നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ ആ സമയം, വളർച്ചയുടെ സമയം അവർ അബ്സോർബ് ചെയ്യുന്നത് എൻവയോൺമെന്റിൽ നിന്ന്. അപ്പൊ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദ എൻവയോൺമെന്റ്. അപ്പൊ എന്തുകൊണ്ട് നമ്മളുടെ ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, നമ്മുടെ എൻവയോൺമെന്റ് പരിസ്ഥിതി എന്ന് പറയുന്നത് വളരെ ഡിറ്റർമിൻഡ് ആണ്, പ്രിപ്പയർഡ് ആണ്. ഈ പറയുന്ന പ്രിപ്പയർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് കുട്ടികൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ കുട്ടികളെ ആക്റ്റീവായിട്ടുള്ള ഒരു എന്താ പറയാ ചൈൽഡായിട്ട് വളരെ പ്രവർത്തിക്കുന്ന എന്താ പറയാ എന്ത് കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. സോ ദേ ഷുഡ് ബി ഗിവൺ സം ഫ്രീഡം. അപ്പൊ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. ആൻഡ് ഓൾസോ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക, അത് അവരെ കൊണ്ട് ചെയ്യിക്കാം. വോളണ്ടറിലി വാട്ട് ദേ ക്യാൻ ഡു, അവരെന്താണ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ് അവരെ ചെയ്യിക്കുന്നത്. അല്ലാതെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ അവരിലേക്ക് എന്ത് ചെയ്യാ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുകയല്ല. വോളണ്ടറിലി വാട്ട് ദേ ക്യാൻ ഡു, അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യും, സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യും, അത് ചെയ്യട്ടെ. കൊച്ചുങ്ങളെ നമ്മള് ഇപ്പൊ നടക്കാൻ തുടങ്ങുന്ന കുട്ടികളെ നമ്മൾ ദൂരെ നിന്നിട്ട് ഇങ്ങനെ കൈ പിടിക്കും. എന്തിനാ, നിങ്ങൾ വന്ന് ഈ കയ്യിൽ കൊച്ചു പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ പിച്ച വെച്ച് നടക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ അടുത്ത് തന്നെ പോയിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചപ്പം പിടിച്ചില്ലേ നടക്കുള്ളൂ. അങ്ങനെ നടന്നപ്പോ നമുക്ക് എന്താ വേണ്ടത്,
കുട്ടി സ്വയം വളരെയർലി സ്വന്തമായിട്ട് നടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവര് മുന്നോട്ട് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ഒരേ അടി പിന്നാക്കം അതിനനുസരിച്ച് മുന്നോട്ടേക്ക് വരും. അപ്പൊ അവര് അതുപോലെ, അത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം, അതുപോലെ എന്ത് കാര്യം അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ, ചെയ്യിപ്പിക്കണം അവരെ കൊണ്ട്. അങ്ങനെ അവര് പാസീവ് ആകുന്ന സ്ഥലത്ത് നിന്ന് അവരെ ആക്റ്റീവ് നേച്ചറിലേക്ക് കൊണ്ടുവരണം. മനസ്സിലായോ? അവര് ചെയ്യില്ലാത്ത കാര്യങ്ങളെ നമ്മൾ പതുക്കെ പടിപടിയായിട്ട് നമ്മൾ അവരെ ആക്റ്റീവാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കണം. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ. ഇവിടെ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഞാൻ പറയുന്നത്, ഷീ recognizes the strong active nature of the child, allowing children the freedom to choose their own activities voluntarily. ആ ഷീ എന്നുള്ളത് നമ്മള് പഠിക്കാൻ വേണ്ടി വായിക്കുമ്പോൾ അവിടെ മോണ്ടിസോറി എന്ന് കൂടി ചേർക്കണം കേട്ടാ. മോണ്ടിസോറി ആണ് മനസ്സിലാക്കുന്നത് എന്ത്, കുട്ടികളുടെ ആക്റ്റീവ് നേച്ചർ. കുട്ടികൾക്ക് എല്ലാം ചെയ്യാൻ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു സ്വഭാവം അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് അവരെ. ഇപ്പൊ കുട്ടികൾക്ക് ഭക്ഷണം എടുത്ത് വെച്ചിട്ട് എന്നും നമ്മൾ വാരി കൊടുക്കാം. ചില കുട്ടികളെ ഉണ്ട് സ്കൂളിൽ പോയി യൂണിഫോം പഠിപ്പിച്ച് നിർത്തിയിട്ടും 5ലും 6ലും പഠിപ്പിക്കുന്ന കുട്ടികള് യൂണിഫോം ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ വായിക്കൂടി വെച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ, അമ്മമാര് ഉരുട്ടി കൊച്ചുങ്ങളുടെ വായി. പക്ഷെ അങ്ങനെയല്ല, അതിനവര് ലെറ്റ് ദം ഫൈൻഡ് ടൈം, അവര് സമയം കണ്ടെത്തി അവരത് ചെയ്യട്ടെ. യൂണിഫോം തന്നെത്താൻ അവരിടാൻ പാകാവുമ്പോ അവരിടട്ടെ അല്ലെ. അവരെടുത്ത് എവിടേക്കാണ് ഇരിക്കുന്നതെന്നൊക്കെ കണ്ടെത്തി അവരുടെ എന്താ പറയാ പഠിക്കുന്ന ഇടമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ അവരെയൊക്കെ ശീലിപ്പിക്കുക. ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ശീലിപ്പിക്കുക. അവർക്ക് ചെയ്യാറായി എത്തുമ്പോ അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് അവരുടെ പിന്നാലെ അയ്യോ ഇത് ബുക്ക് എടുക്കാൻ ചെല്ലുന്നു, അവരുടെ ഇന്നർ ഗാർമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തു കൊടുക്കാൻ നമ്മൾ തന്നെ ചെല്ലുന്നു. അത് വേണ്ട. വളരെയർലി അവർ ചെയ്യാൻ പറ്റുന്നത് അവരവരുടെ പ്രായത്തിനൊത്ത് അവർ ചെയ്ത് വളരട്ടെ എന്നാണ്. അത്തരം ആക്റ്റീവ് ആകുന്ന ഒരു സ്വഭാവം അവരുടെ കയ്യിലുണ്ട്, നേച്ചറിലുണ്ട്. പക്ഷെ നമ്മൾ ചില പാരന്റ്സ് അതിനുള്ള അവസരം കൊടുക്കുന്നില്ല. അവര് ചെയ്ത് കുട്ടികളെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അത് എല്ലാ കാലവും അത് അവരുടെ കൂടെ ഈ പാരന്റ്സ് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അല്ലെ. അണ്ടർലൈൻ ചെയ്തോ? ഷീ എന്നുള്ളടത്ത് മോണ്ടിസോറി എന്ന് നമ്മൾ പഠിക്കുമ്പോ ഒന്ന് ചേർത്ത് വായിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്. പിന്നെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, ഇനി എന്താണ് നിങ്ങൾക്ക് ഇതുപോലെ കുട്ടികളുടെ വളർച്ചയുമായിട്ട് പ്രീ നേച്ചൽ ആയിട്ടുള്ളതോ പോസ്റ്റ് നേച്ചൽ ആയിട്ടുള്ളതോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടോ? അതായത് കുട്ടികളിൽ ഇതുപോലെയുള്ള ഇത്തരം കാര്യങ്ങൾ അവരെ ബാധിക്കും, അവരുടെ വളർച്ചയും വികസനത്തെയും ബാധിക്കും. നമ്മൾ പറഞ്ഞു പ്രീ നേച്ചൽ ആയിട്ടുള്ള സംഭവ വികാസങ്ങള്, ഒരമ്മ കുട്ടിയെ ക്യാരി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ കുട്ടിയുടെ പിന്നീടുള്ള വളർച്ചയും വികസനത്തെയും ഒക്കെ ബാധിക്കും എന്ന് പറഞ്ഞു. അതുപോലെ പോസ്റ്റ് നേച്ചൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട്? എനിപ്പടി ആർക്കെങ്കിലും? ഇപ്പൊ ടീച്ചർ പറഞ്ഞില്ലേ അവരോരോ കാര്യങ്ങൾ അവരോരോ സ്വന്തമായിട്ട് ശീലിപ്പിക്കണോന്നോ. എന്റെ മോള് LKG-യിലാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യം കൊണ്ട് ചേർത്ത് അപ്പോഴത്തേക്ക് ഹോംവർക്ക് ചെയ്യാനൊക്കെ നല്ല മടിയായിരുന്നു, ഭയങ്കര മടിയായിരുന്നു ഫസ്റ്റ് കൊണ്ട് ചേർത്തപ്പോ. ഇപ്പൊ സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചർ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മോണ്ടിസോറി മെത്തേഡാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്ന്. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ദയവ് ചെയ്ത് നിങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കരുത്, നമ്മള് സ്കൂളിൽ പഠിപ്പിച്ചത്. അപ്പൊ അവര് പഠിപ്പിക്കുന്ന മമ്മ എ മമ്മ ബി ആ ഒരു മെത്തേഡാണ്. നമ്മളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്യാപിറ്റൽ എ സ്മാൾ എ അങ്ങനെയല്ലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ പഠിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ അവർ പറയും ദയവ് ചെയ്ത് നിങ്ങളൊന്നും ചെയ്യണ്ട, അവരുടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. സ്കൂളിൽ നിന്ന് നേരെ വന്ന് കൊണ്ടുവച്ചിട്ട് ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെത്താനെ എടുത്തു വെച്ച് തന്നെത്താനെ ഹോംവർക്ക് ചെയ്ത് തന്നെത്താനെ വായിച്ചു എടുത്തിട്ട് എല്ലാം ടൈം ടേബിൾ വരെ തന്നെ സെറ്റ് ചെയ്ത് ഇപ്പൊ കൊണ്ടുപോകാൻ പ്രാപ്തിയായി. ഇപ്പൊ ഒന്നും ചെയ്തിട്ടുണ്ട്, യൂണിഫോം എല്ലാം തന്നെ എടുത്തു വെക്കും, ബുക്കുകളെല്ലാം തന്നെ എടുത്തു വെക്കും. എന്നിട്ട് പോകാൻ നേരത്തെ എന്റെ ലഞ്ച് എവിടെ എന്റെ ടിഫിൻ എവിടെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് കൊണ്ടുപോകും. ഇപ്പൊ എനിക്കിപ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. രാവിലെ എനിക്കൊന്ന് മുടി കെട്ടി കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളു എനിക്ക് ചെയ്യാൻ. അത് അവളെല്ലാം തന്നെ ചെയ്യാറായി. എന്താണ് സുബയ്യ കൊച്ചിന്റെ പേരെന്താ? ആദില. ക്ലാസ്സിൽ പോയിക്കാണോ ഇപ്പൊ? ഇപ്പൊ ക്ലാസ്സിൽ പോയേക്കാണ്.
ഒരുങ്ങി തന്നെ പോകും. ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ. ഇപ്പൊ ടീച്ചറിന് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കൊണ്ടുപോകല് അങ്ങനെയൊക്കെയാണ്. ടീച്ചർ പറഞ്ഞില്ല എല്ലാ ദിവസവും ഓർത്ത് വെക്കണം. അങ്ങനെ ഒരു മിഠായി വാങ്ങിച്ചാലും പറയാം എന്റെ ടീച്ചറിന്, ഒരു ഫോട്ടോ എടുത്താൽ പറയാം എന്റെ ടീച്ചറിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അങ്ങനെയൊക്കെ ഒരു മൈൻഡായി. ഇപ്പൊ സ്കൂളായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. വെരി ഗുഡ്. അപ്പൊ അതിലേക്ക് ഒരു നല്ല ക്ലാപ്പും കൊടുക്കാം. അതിലേക്ക് ഒരു ചക്കരമ്മ കൊണ്ടേക്ക് കേട്ടോ. ഓക്കെ ഓക്കെ ശരി. വെരി ഗുഡ്. ഇതുപോലെ ആവണം കുട്ടികള്. അതായത് ഇപ്പൊ നമുക്കറിയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളൊക്കെ ഉള്ളപ്പോ ഒരു വീട്ടില് 2-3 താങ്കളൊക്കെ ഉണ്ട്, 10-12 പിള്ളേരൊക്കെ ഉള്ള ഒരു ഫാമിലി അങ്ങനെയൊക്കെ അല്ലെ. അച്ഛനമ്മക്കൊക്കെ ഇത്ര 5-6 ഡസൻ കുട്ടികൾ ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു വീട്ടില് 1 അല്ലെങ്കിൽ 2 ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അവരെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കെയർ ചെയ്യും, ഭയങ്കര ഇന്റിമസി അവർക്ക് കൊടുക്കും അല്ലെ. എപ്പോഴും അവരുടെ പിന്നാലെ നമ്മൾ ഉണ്ടെന്ന് അവരെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് പാടില്ല. അതിനേക്കാൾ ഉപരി അവര് ഒറ്റയ്ക്കായി പോയാൽ അവര് എപ്പോഴും എന്ത് കാര്യവും സ്വന്തമായിട്ട് ചെയ്യാൻ ഇതുപോലെ ഇപ്പൊ കൊച്ചു LKG-യിലാണ്, അതിനെ കൊണ്ട് പറ്റുന്ന കാര്യം അത് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ വലിയ ജോലികളൊന്നും കൊച്ചിനെ ഏൽപ്പിച്ചു കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അടുത്ത വാവ വന്നിട്ടുണ്ടല്ലോ. ഹായ് വാവേ, ഹായ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും? മിസ് ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. മിസ് എന്റെ മോൻ ഇപ്പം 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ തൊട്ടേക്കാണെങ്കിലും പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്റെ ചെറുക്കനെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു, പെങ്കൊച്ചിനെ പഠിപ്പിക്കാതെ. പെങ്കൊച്ചി ഇപ്പൊ നേഴ്സിംഗ് പഠിക്കുക. അപ്പം ചെറുക്കന് അപ്പം ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പോ എല്ലാം എന്റെ ഹസ്ബൻഡ് മൊബൈൽ ഫോൺ ആ സമയത്തൊക്കെ LKG ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ മോനെ ഇത് കണ്ടോ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഈ മൊബൈൽ ഫോണിൽ ഓരോ തമാശകൾ ഓരോ ഇതൊക്കെ വരുന്നത് കാണിക്കും ചെറുക്കനെ. പെങ്കൊച്ചിനെ കാണിക്കുമെങ്കിലും പെങ്കൊച്ചിരുന്ന് എപ്പോഴും പഠിക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പൊ ഈ ചെറുക്കനെ ഇങ്ങനെ കാണിച്ചാൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കായിരിക്കും എന്റെ ഹസ്ബൻഡ് ഇത് കണ്ടോ എന്നും പറഞ്ഞ് കാണിക്കും. അപ്പൊ ഞാൻ പല പ്രാവശ്യം ആദ്യമൊക്കെ ഞാനത് വലിയ മൈൻഡ് ചെയ്തില്ല. പിന്നീട് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തിനാ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, ഞാനാകെ പഠിച്ചിരുന്ന സമയത്തല്ലേ പഠിപ്പിക്കുന്നോളെ ഈ കൊച്ചുങ്ങളെ. അപ്പൊ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തിനാ ഇവിടെ വന്ന് ഈ മൊബൈൽ ഫോണിന്റെ കാണിക്കുന്നെന്നും പറഞ്ഞ് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പം പുള്ളിക്കാരൻ അങ്ങനെ പറയും, അവൻ ചെറിയ ക്ലാസ്സിലല്ലേ, പഠിക്കുമ്പം പഠിച്ചോളൂ എന്ന് പറയും കേട്ടോ ടീച്ചറെ, പഠിക്കുമ്പം പഠിച്ചോളൂ എന്ന്. പക്ഷെങ്കില് അത് കഴിഞ്ഞ് പിന്നെ കോവിഡിന്റെ ഒരു സമയമൊക്കെ വന്നപ്പോഴത്തേന് അവൻ 4ാം ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോ ഞാൻ ഇവനും കൂടെയാ പഠിക്കുന്നത്. അവന്റെ സബ്ജക്ട് ഞാനിവിടെ പഠിക്കുക, കാരണം അവൻ ഇരിക്കത്തില്ല. അങ്ങനെയായിട്ട് ഇപ്പോഴും ഇവൻ ഫോൺ എപ്പോഴും നോക്കി പുള്ളിക്കാരൻ അങ്ങനെ അലോ ചെയ്ത് കൊടുത്ത് ഇപ്പം 10ാം ക്ലാസ്സിലായപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പം എന്നിട്ട് ഞാൻ ഇടക്കാലത്ത് കൊച്ചിനെ പിന്നെ പഠിപ്പിക്കത്തേ ഇല്ല നീ പുള്ളിയുടെ ഈ ഒരു പ്രകൃതം കൊണ്ട്. അപ്പൊ പിന്നെ ഈ 10ാം ക്ലാസ്സിൽ ഇപ്പം ചെറുക്കൻ 10ലായിട്ടും പഠിച്ചോളും കൊണ്ട് അവനൊന്നും പഠിക്കുന്നില്ല. പക്ഷെങ്കിൽ അവൻ പഠിച്ചാൽ നന്നായിട്ട് പഠിക്കും, പെട്ടെന്ന് പഠിച്ചെടുക്കും, പെട്ടെന്ന് മനപ്പാടമാക്കും. പക്ഷെങ്കിൽ കക്ഷി പുസ്തകം തുറക്കത്തുമില്ല, വരുത്തുമില്ല, കുറെ നേരം മൊബൈൽ ഫോൺ നോക്കും. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, പഠിക്കുമ്പോൾ പഠിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ എന്നാ ഞാൻ ചോദിച്ചു, വലുതാകുമ്പോൾ പഠിച്ചോളുന്നോ? കാരണം ഇപ്പം ടീച്ചർ പറഞ്ഞില്ല അടിസ്ഥാനം നമ്മൾ നല്ലതായിട്ട് കൊടുക്കണം, പഠിപ്പിക്കണം, എന്നാലും ഉള്ളു. ഞാൻ അതാ പറയുന്നത്. കാരണം കൂടുതലും ഇപ്പം പിള്ളേരെ പിടിച്ചാൽ കിട്ടത്തില്ല. അടിസ്ഥാനം നന്നായിട്ട് പഠിച്ച് കറക്റ്റായി ഇതായി വന്നു കഴിഞ്ഞാലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ സമയത്ത് പിള്ളേരുടെ ഇഷ്ടമെന്നല്ല എന്നും പറഞ്ഞാൽ അവർക്ക് സ്ട്രെയിൻ കൊടുക്കുമല്ല, നമ്മളൊരു ലേശം പിള്ളേർക്ക് അതിനുള്ള കളിക്കാനുള്ള സൗകര്യവും എപ്പോഴും പഠിത്തമെന്നല്ല, കുറച്ചു നേരം ഞാൻ ഇച്ചിരി നേരം പഠിപ്പിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ ഇപ്പം എനിക്ക് വന്ന തോന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞു, എന്റെ ചെറുക്കൻ പഠിക്കത്തില്ല, കളിക്കാൻ പോവാണെങ്കിൽ പറയാം. ഞങ്ങളൊക്കെ കണ്ടത്തിലൊക്കെ കളിച്ചു വളർന്നു പണ്ടത്തെ കാലത്ത്, അവരങ്ങനെ കളിച്ചു. പക്ഷെ അന്നത്തെ കാലമല്ല ഇന്ന്. അപ്പൊ നമ്മൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട സമയത്ത് പഠിച്ചിരിക്കണം. നമ്മള് പേരൻസ് ഇവരെ പഠിപ്പിക്കുക. ഞാനിപ്പം പഠിപ്പിക്കുന്നെങ്കിലും ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നുണ്ട്, ചെറുക്കനൊരു വകവപ്പില്ല എന്നോട്. പക്ഷെ ഇപ്പം എനിക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടുമല്ല, വേറെ ഇതിൽ പഠിക്കുന്ന പരിപാടി പുള്ളിക്കാരനില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അടിസ്ഥാനം നന്നായിട്ട് പഠിപ്പിക്കണം. 10ാം ക്ലാസ് വരെ ആണെങ്കിലും അല്ലെ +2 വരെ ആണെങ്കിലും, അത് കഴിഞ്ഞ് പിള്ളേർ എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പൊ ഒരാൾ പഠിപ്പിക്കാതെ വേറൊരാള് മാമൻ പഠിക്കുമ്പോൾ പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് വളരെയധികം വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പെങ്കൊച്ചിനെ കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ചില പാരന്റ്സില് അമ്മമാര് പ്രത്യേകിച്ച് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ കുട്ടികളെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇതുപോലെ കുറച്ച് കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിച്ച് എന്ന് വെച്ചാൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചങ്ങോട്ടൊന്ന് വായിക്കാനങ്ങൾ പിള്ളേർ പഠിച്ചാൽ എല്ലാ ലാംഗ്വേജും മീൻസ് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളമാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ആ ചെറിയ ക്ലാസ്സുകൾ സ്റ്റാർട്ടിങ് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അവർ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചോളും. അത് ആ ഒരു ശീലം അവർക്ക് കിട്ടണം.
അത് ആ, അത് ബേസിക്കിൽ നമുക്ക് കൊടുക്കാൻ അത് പറ്റും. ശരിയാ മിസ്സേ. അത് കിട്ടാനാണ് എന്റെ കയ്യിൽ ഇപ്പൊ ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാം പിള്ളേരെ പഠിപ്പിച്ചേക്കണം. കാരണം എന്റെ കൊച്ചു പഠിച്ച പെട്ടെന്ന് കാണാൻ പഠിക്കുന്ന കൊച്ചാ. പക്ഷെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല. ഇവിടെ ഒരാൾ പഠിപ്പിക്കാൻ വേറൊരാൾ പഠിക്കുമ്പോൾ പഠിച്ചോളൂ. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം പുള്ളിക്കാരന് നല്ല വിഷമായി. ചെറുക്കാൻ പഠിക്കുന്നില്ല. അത് നന്നായി ഇപ്പൊ SSLC എഴുതാനുള്ളവനാണോ? ഇപ്പം 10ാം ക്ലാസ്സിലാ. ഇപ്പൊ മോഡൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. വലിയ പാടാ പഠിക്കാനായിട്ട്. പഠിച്ച പെട്ടെന്ന് കാണാം. ബാക്കി എല്ലാത്തിലും ആക്റ്റീവ്. നല്ല പാട്ടുകാരനാണ്. തയ്യൽ മെഷീൻ നന്നാക്കും. മെയിൻ്റനൻസ് പണികളെല്ലാം ചെയ്യും. ഭയങ്കര മിടുക്കനാ. പക്ഷെ പഠിക്കാനായിട്ട് ഭയങ്കരമാണ്. ഇപ്പം പിന്നെ ട്യൂഷൻ 9 മണി വരെ ഇരുത്തി പഠിക്കുന്നോണ്ട് അങ്ങനെ കാണാൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ കാണാൻ പഠിക്കുന്നുണ്ട്. പഠിക്കുവോ? അവൻ പഠിക്കട്ടെ. അവരോട് പറഞ്ഞേക്ക് ടീച്ചർ ഇങ്ങനെ പറഞ്ഞെന്ന്. ഒരു ദിവസം കൊണ്ടൊന്ന് ഇരുത്തണം കേട്ടാ. ഞാനൊന്ന് പറഞ്ഞു നോക്കാം, സംസാരിച്ചു നോക്കാം. ഓക്കെ. ഒരു ദിവസം പഠിച്ചോളും. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ഹസ്ബൻഡ് വഴക്കൊന്നും പറയത്തില്ല. അങ്ങ് സപ്പോർട്ട് നിൽക്കുന്നോണ്ട് പുള്ളിക്കാരനാകും. അതുകൊണ്ട് ഒരു പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ ഉള്ളൂ. അതെ ഞാൻ പറയാ, അച്ഛന്മാർക്ക് മക്കളെ ഇങ്ങനെ നമ്മൾ പിണങ്ങുന്നതും അവർക്കത് അത്ര ഇഷ്ടാവില്ല. അവരൊക്കെ കുറച്ച് കൂടുതൽ ഭയങ്കര ഒരു കെയറിങ് ഒക്കെ കൊടുക്കുമ്പോ ലാളിക്കും അല്ലെ, ലാളന. അത് തന്നെ ലാളന പ്രശ്നം. നമ്മുടെ മക്കളും ചെയ്യുന്നത് യൂസ് അല്ല ചെയ്യണം, മിസ്യൂസ് ചെയ്യണം. നേരം അത് തന്നെ അതാണ് അതെല്ലാം അങ്ങനെയാ. നമ്മള് പറയുമ്പോ നമ്മൾ അങ്ങ് തട്ടിക്ക. ബാപ്പിച്ച് പറയുന്നു. അപ്പൊ നമ്മൾ പഠിക്കാൻ പറയുമ്പോ അങ്ങനെ അറിയാം. പപ്പ ഞാൻ പഠിക്കണോ? എല്ലാ സ്ഥലത്തുള്ള അവസ്ഥ അത് തന്നെയാ. നമ്മള് പറയുമ്പോ ഒരു വിലയില്ല. അപ്പൊ ചോദിക്കും ഞാൻ പഠിക്കണോ? ഞാൻ കുറച്ചു നേരം കളിക്കട്ടെ. അപ്പൊ കണ്ടോ ഫോൺ കണ്ടോ? ഇപ്പൊ അല്ലേ സ്കൂളിൽ നിന്ന് വന്നേന്നാ ചോദിക്കുക. അവര് വരുന്ന വരെ ഇവിടെ കളിയായിരിക്കും. എന്നിട്ട് ഒന്ന് പഠിക്കാൻ ഇരിക്കടാന്ന് പറയുമ്പോ പറയും ഞാൻ ഇപ്പൊ വന്നേ, ഞാൻ കുറച്ചിട്ട് ഇരിക്കട്ടെ. ഇത് തന്നെ അവസ്ഥ. നമുക്ക് സ്കൂളിൽ പഠിക്കേണ്ടതില്ല. ഇപ്പം പുസ്തകം എടുക്കാം. അല്ല മിസ്സേ, ഇപ്പം പുസ്തകം എടുക്കാൻ പറയുമ്പോ പയ്യൻ പറയുന്നു നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പുസ്തകം പഠിക്കുന്നവർ എനിക്ക് പഠിക്കാനേ തോന്നുന്നില്ലെന്ന്. അവർക്ക് കുറെ ന്യായങ്ങളുണ്ട് പറയാനായിട്ട്. അതായത് അവർക്ക് എന്തിനും ആൻസർ ഉണ്ട് നമുക്ക് തരാനായിട്ട്. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ, ഇപ്പൊ പഠിക്കുന്ന കാര്യത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, നമ്മൾ ചില എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞാൽ ഒരു ഇത് അന്നത്തെ കാലമല്ല, ഇന്നത്തെ കാലമാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി, ഇങ്ങനെ പഠിച്ചാലും ഞങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ പറയുന്ന ചില കുട്ടികൾ പറയുന്നണ്ട ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല, ഇതൊന്നുമല്ല പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അതാ പറയുന്നത്, ഇതല്ല പുസ്തകത്തിലുള്ളതേ അല്ല വരുന്നെന്നാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എല്ലാം എന്റെ കയ്യിൽ ഇങ്ങനെ പുറത്തോട്ട് എനിക്ക് നന്നായി അറിയാം. പിള്ളേർ പറയുന്ന ഒരു വിഭാഗത്തില് ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിയാന്ന് തോന്നും. പക്ഷെ ഇവര് എന്താണെന്നറിയോ, പുസ്തകത്തിനകത്ത് ഉള്ളത് എന്താന്ന് അവർക്ക് സ്വന്തമായിട്ട് ചിന്തിച്ചെടുത്ത് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ് കൂടുതലും ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച്. അത് എഡ്യൂക്കേഷന്റെ ഒരു സിസ്റ്റം മാറി പോകുന്ന കാര്യമാണ്. പണ്ടൊക്കെ നമ്മളിങ്ങനെ കാണാപ്പാടം പഠിച്ചതുപോലെ ഒന്നും അല്ല. അങ്ങനല്ല മിസ്സേ, വേറെ വെളിയിൽ നിന്നൊക്കെ വരുന്നത് പാരഗ്രാഫായിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതാനായിട്ടുള്ള. ലോജിക്കൽ നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കേണ്ട ആൻസേഴ്സ് ആണ്. അപ്പൊ ചില കുട്ടികൾ അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നവരും ഉണ്ട്. അതില് എന്താ പറയാ, ഒരു വിഭാഗം കുട്ടികൾ അത് അങ്ങനെ ചിന്തിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിച്ച് പോയി, അത്രേ ഉള്ളൂ. വലിയ കോൺസെൻട്രേറ്റ് ചെയ്ത് അവര് അതിലേക്ക് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. കുഴപ്പമില്ല, നമ്മള് അവൻ ശരിയായി വരും. എന്തായാലും പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിക്കും. പെൺപിള്ളേരോട് നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ല. ആൺപിള്ളേരോടാണ് കുറച്ചധികം സംസാരിക്കേണ്ടിയില്ല. അവർക്ക് കുറച്ച് അമ്മമാർക്ക് കുറച്ച് ഇത് കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ അവര് ഇങ്ങനെ തട്ടി തറങ്ങിയൊക്കെ നിൽക്കും. ചെറിയ ക്ലാസ്സിൽ മിസ്സേ ഫസ്റ്റ് പഠിച്ചോണ്ടിരുന്ന ചെറുക്കനെ എപ്പോഴും നന്നായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ പിന്നെ ഇങ്ങനെ ഇതായി കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ എന്നോട് ചോദിക്കുന്നു അമ്മ ഇപ്പൊ അല്ലേ ക്ലാസ് ഇപ്പം പഠിക്കുന്നൊന്നും. അമ്മക്കല്ലേ പഠിക്കുന്നുള്ളൂ, പിന്നെ ഞങ്ങളുടെ അതിന് പറഞ്ഞല്ലേ. ഓക്കെ ഓക്കെ, പറയാനുണ്ടോ? ടീച്ചറെ, എന്റെ മോനിപ്പോ അംഗനവാടിയിലാണ് പഠിക്കുന്നത്. ആൾക്കിപ്പോ 3.5 വയസ്സ്. അപ്പൊ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ അംഗനവാടിയിൽ നിന്ന് ടൂർ ഉണ്ടായിരുന്നു. അപ്പൊ പേരൻസും ഗ്രാൻഡ് പേരൻസും അവർക്കൊക്കെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് ഒരു 10 കുട്ടികളോളം ഏകദേശം ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു എന്റെ ഫ്രണ്ടാ. അപ്പൊ ഇവള് വീണിട്ട് ഈ കറങ്ങുന്ന സാധനത്തെ കഴിഞ്ഞിട്ട് തല പൊട്ടി കൊച്ചിന്റെ. അപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മ ഇത് നന്നൂസ് കരയുന്നു. അപ്പൊ നന്നൂസ് വീണിട്ടാ സൂക്ഷിക്കണം, ഓടാണ്ടിരിക്കണം എന്നൊക്കെ അവളോട് പറഞ്ഞു. അപ്പൊ ഇവള് ആളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ കരയുന്ന ഭയങ്കര സങ്കടമായി. അപ്പൊ നന്നൂസ് കരയണ്ട, ഞാൻ മരുന്ന് പറ്റി തരാം, കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഇത് ചെയ്തോണ്ടിരിക്കുക, കെയർ എടുത്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഓരോ സ്റ്റോപ്പ് എത്തുമ്പോ ഇവന് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആള് ഭയങ്കര കെയറിങ് ആണ്. അപ്പൊ ടീച്ചറെയും ഭയങ്കര ഇഷ്ടം. എന്നിട്ട് പിന്നെ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങും, ഏകദേശം 4 സ്ഥലത്തോളം കയറി. അപ്പൊ ഓരോ സ്റ്റോപ്പ് ഇറങ്ങുമ്പോഴും ടീച്ചർ കയറി, ഹെൽപ്പറും ഉണ്ടാവുമല്ലോ.
അപ്പൊ ജോയ്സ ടീച്ചർ കയറിയോ, ആള് ഫ്രണ്ടിൽ ഇരിക്കുന്നു, ഇവർ രണ്ടുപേരും ഏറ്റവും ബാക്കിലും. അപ്പൊ ഇങ്ങനെ സീറ്റിൽ എത്തി വരിഞ്ഞ് നോക്കുക. അപ്പൊ ടീച്ചർ കേൾക്കുന്നുണ്ട്. അപ്പൊ ടീച്ചർ ഇവിടെ ഉണ്ട്, ബാക്കിലുണ്ട്, ധ്രുവദേവ് എന്ന ആളുടെ പേര്. അപ്പൊ ഞാൻ ബാക്കിലുണ്ട്. അപ്പൊ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ സ്റ്റോപ്പ് എത്തുമ്പോഴും ആൾ അന്വേഷിക്കുക, ടീച്ചറുണ്ടോ കേറുന്നുണ്ടോന്ന്. അപ്പൊ ലാസ്റ്റ് ആയപ്പോ ടീച്ചർ പറയുക, ഇത്രയും 10 കുട്ടികളുണ്ടായിട്ട് ആകെ ഒരു കൊച്ചാണ് എന്നെ അന്വേഷിച്ചേന്ന്. ടീച്ചർ കേറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, കൂടെ ഉണ്ട്. എന്നിട്ട് ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അതിനിടയ്ക്ക് ടീച്ചറിനെയും എന്താ ആൾക്ക് നടക്കാൻ ഇത്തിരി ഇതുണ്ട്, ഹെൽപ്പറിന്. അപ്പൊ ആളുടെ എന്തോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ പാടൊക്കെ ഉണ്ട്. അപ്പൊ എന്നും അംഗനവാടി ചെന്ന് കഴിയുമ്പോ ടീച്ചറുടെ വാവ് മാറിയോ, ഞാൻ മരുന്ന് കെട്ടിത്തരാന്നും പറഞ്ഞ് കാലേ വന്ന് തടവല. അതന്നെ, ചില കുട്ടികള് അങ്ങനെയാണ്. ഭയങ്കര അത് നമ്മള് കുറെയൊക്കെ നമ്മളുടെ വീട്ടിലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെയറിങ് എങ്ങനെ കൊടുക്കുന്നു. നമ്മളുടെ പാരന്റ്സ്, നമ്മളുടെ എന്ന് വെച്ചാൽ കുട്ടികളുടെ ഗ്രാൻഡ് പാരന്റ്സ്, അവരെയൊക്കെ നമ്മളെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ അതുകൂടെയൊക്കെ ഡിപ്പെൻഡ്. അതാ പറഞ്ഞത്, നമ്മൾ പറയുന്നത് നമ്മൾ ഏത് എൻവയോൺമെന്റൽ കണ്ടീഷനിലാണോ ജീവിച്ച് വളരുന്നത് അതാണ് ആ കുട്ടികൾ കണ്ടു വളരുന്നത്. സോ അവരവരുടെ ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായിരുന്നിട്ട്. ഇത്രയും പിള്ളേരുണ്ടായിട്ട് ആകെ ഒരാളാണ് ടീച്ചറിനെ അന്വേഷിക്കുന്നതും കെയർ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നിട്ട്. അപ്പൊ ഇവർക്ക് ഈ അവിടെ മോർഗനം ടീച്ചർ ലീവ് എടുത്ത് പോയേക്കുവാ. അപ്പൊ ടെമ്പററി ആയിട്ട് 6 മാസം കൂടുമ്പോ ടീച്ചർ മാറും. അപ്പൊ ഈ അടുത്ത ആഴ്ച തൊട്ട് ആ ടീച്ചർ ഇല്ല. അപ്പൊ ടീച്ചർക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ ഇതാവുന്ന കാരണം, മാറുന്ന കാരണം അല്ലേ നല്ലൊരു ബോണ്ട് ഉണ്ട് ഇപ്പൊ. ശരിയാണ്. എന്തെങ്കിലും ചെറിയ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിനും കുട്ടികളുമായിട്ട് ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും. അവര് പിന്നീട് കുറെ കാലം നമ്മള് എപ്പോഴും നമ്മുടെ മനസ്സിലാവും. അംഗനവാടിയുടെ ലിസ്റ്റ് പറയുമ്പോ കൂട്ടുകാരുടെ ലിസ്റ്റിൽ പറയുന്ന ടീച്ചർമാരുടെ പേരും ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇപ്പൊ അംഗനവാടി പോയിരിക്കണോ ആള്? അംഗനവാടി പോയേക്ക. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, പിന്നെ ഇപ്പൊ ഭയങ്കര ഇഷ്ടം. അമ്മ അംഗനവാടി പോകണ്ടേ, ഇന്ന് അംഗനവാടി ഇല്ലേന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കുട്ടികളുടെ വളർച്ചയ്ക്കും വികസനത്തിനും ഒരുപാട് കാര്യങ്ങൾ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ ഫാമിലി എൻവയോൺമെന്റ്, ഫിസിക്കൽ കണ്ടീഷൻസ് ഒത്തിരി ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഇവരുടെ വളർച്ചയും വികസനത്തെയും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും. അപ്പൊ അതിനൊക്കെ കുറെയൊക്കെ നമ്മള് അഡ്ജസ്റ്റബിൾ ആകണം. നമ്മുടെ വീട്ടില് കുറെ കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റങ്ങൾ കൊണ്ടുവരണം. മാറ്റങ്ങൾ കൊണ്ടുവന്നാലാണ് നമ്മുടെ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റുള്ളൂ, അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സീ യു അടുത്ത ദിവസം കാണാം. താങ്ക് യു. Thanks, Miss.